ഇതൊരു സത്യപ്രസ്താവനയാണ്. അതുകൊണ്ടാണ് ആശയ പ്രകാശനം എന്ന് തന്നെ ഇതിന് പേര് വിളിച്ചത്. അപ്പൊ നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് 13.25 സെന്റിന്റെ ഒരു ത്രികോണാകൃതിയിലായിട്ടല്ല SNDP വാങ്ങിയത്. 1946 കാലഘട്ടം, സ്വാതന്ത്ര്യത്തിന് 1 വർഷം മുൻപാണ് ഈ ഭൂമി വാങ്ങിയത്. 39 സെന്റ് വിസ്തീർണമുള്ള അന്നപ്പറമ്പ് എന്ന അതിനാമതയാൽ അറിയപ്പെട്ടിരുന്ന ഈ ഭൂമി അന്ന് വാങ്ങുമ്പോൾ നമ്മുടെ ഒരു ഉടമസ്ഥാവകാശയിൽ ആയിരുന്നു നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണും. ഈ നമ്മളുടെ വലതുവശത്ത് കാണുന്ന ഈ പാർക്കടക്കമുള്ള ദീർഘചതുരാകൃതിയിലുള്ള ഒരു പ്ലോട്ടായിട്ടാണ് നമ്മൾ മേടിച്ചത്. എന്തിനു വേണ്ടിയായിരുന്നു നമ്മളത് മേടിച്ചത്? ആ കാലയളവിൽ കഷ്ടിച്ച് 100ഓളം SNDP കുടുംബാംഗങ്ങളാണ് ഈ മരത്തിലുണ്ടായിരുന്നത്. അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം വളരെ പ്രതീക്ഷയോടുകൂടി ഒരു ഗുരുദേവ മണ്ഡപം പണിയണം, ഗുരുദേവൻ സങ്കല്പിച്ചിട്ടുള്ളതുപോലെ നിറയെ വൃക്ഷങ്ങളും തരുത്തണലുകളും വൃക്ഷങ്ങളിൽ പക്ഷികൾ ചേക്കേറുകയും ഒരു ധ്യാന മണ്ഡപവും, ഇങ്ങനെ വളരെയേറെ ആശയപരമായി വളരെ സ്വപ്നം കണ്ടുകൊണ്ട് വാങ്ങിയ ഒരു ഭൂമിയായിരുന്നു. നമ്മൾ ആരുടെ കയ്യിൽ നിന്നായിരുന്നു അത് വാങ്ങിയത്? വേലംപറമ്പിൽ ചീരു അമ്മ മകൻ കൊച്ചുണ്ണി മേനോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് 1946. ആ ആധാരത്തിന്റെ കരണത്തിന്റെ നമ്പർ 1951/1121 എന്നാണ്. ഇതെല്ലാം പരിചയം. ഞാൻ ഇവിടെ പറയുന്ന എല്ലാ പ്രസ്താവനകളും ഒന്നും നേരത്തെ സൂചിപ്പിച്ച കേന്ദ്രങ്ങളിൽ നിന്നുള്ളതുപോലെ ഗ്യാസ് അല്ല. ഇതെല്ലാം വസ്തുതാപരമാണ്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്ന വസ്തുതകളാണ്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്ന സോളിഡ് ആയിട്ടുള്ള തെളിവുകളാണ് ഈ പറഞ്ഞതെല്ലാം. അങ്ങനെ 1951 നമ്പർ ആധാരപ്രകാരം 1946 വാങ്ങിയ ഈ ഭൂമി, ആ ഭൂമി വാങ്ങുന്നതിന് പുറകിലൊക്കെ വളരെ തീക്ഷ്ണമായ കുറെ ജീവിത അനുഭവങ്ങളുണ്ട്. അത് പറയാതെ വിട്ടുപോയി കഴിഞ്ഞാൽ കഴിഞ്ഞ തലമുറയോട് ചെയ്യുന്ന വലിയൊരു മഹാപാതകമായി മാറിയേക്കാം. 39 സെന്റ് ഭൂമി ഇവിടെ കൊടുക്കാനുണ്ട് എന്ന് കേട്ടപ്പോൾ ഇന്ന് ഈ വാഹനങ്ങൾ ചീറിപ്പായുന്ന നഗരത്തിന്റെ എല്ലാ സ്വഭാവങ്ങളോടും കൂടി ഒരു മരടായിരുന്നില്ല എന്ന്. ഒരു കുഗ്രാമം. അന്നത്തെ പ്രധാന റോഡ് എന്ന് പറയുന്നത് ഈ പാർക്കിനപ്പുറമുള്ള 2-2.5 മീറ്റർ വീതിയിലുള്ള ഒരു നടപ്പുവഴി, മൺറോഡ്. ആ മൺറോഡ് അവിടെ വന്ന് ആ മാവേലി സ്റ്റോറിന്റെ അവിടെ വന്നിട്ട് 90 ഡിഗ്രിയിൽ വളഞ്ഞ് ഈ ജംഗ്ഷനിൽ വന്നിട്ട് നേരെ അങ്ങോട്ട് പോകും ഗാന്ധി സ്ക്വയറിലേക്ക്, പൂണിത്തുറ ഭാഗത്തേക്ക്. അവിടെ വലിയ തോടുണ്ട്. ആ തോട് കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ. പടിഞ്ഞോട്ടാണെങ്കിലും കുണ്ടന്നൂരേക്ക് പോകുമ്പോൾ ഈ റോഡിന്റെ വീതി കുറഞ്ഞു വരുന്നു. ഒരു ചെളി വരമ്പ് മാത്രമായിട്ട് അവശേഷിക്കുകയാണ്. ചെളിയുടെ വരമ്പ് മാത്രമായിട്ട് അവശേഷിക്കുകയാണ്. അതെവിടെയാണ് ചെന്ന് നിൽക്കുന്നത്? അങ്ങ് കുണ്ടന്നൂർ കടപ്പ്. വല്ലപ്പോഴും വരുന്ന സ്വാർത്ഥവാഹക സംഘങ്ങൾ. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ച് ജനസംഖ്യ ഉണ്ടായിരുന്നുള്ളൂ. മുഖ്യമായും കാർഷിക വിളകളെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ഗ്രാമപ്രദേശം. ആ പ്രദേശത്ത് ഇത്രയും വലിയ വികസനമൊക്കെ ഭാവിയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും അല്ലായിരുന്നു അന്ന് SNDP സ്ഥലം വാങ്ങിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുദേവന്റെ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസൃതമായ ഒരു ആരാധനാ കേന്ദ്രം പണിയുക എന്നുള്ളതായിരുന്നു SNDPയുടെ ലക്ഷ്യം. അപ്രകാരം 1946 ആ ഭൂമി വാങ്ങിച്ചു. അപ്പോ രൊക്കം കൊടുക്കാൻ പൈസയില്ല. പല അന്നത്തെ യോഗം നേതാക്കന്മാരുടെ ഭാര്യമാരുടെ കഴുത്തിൽ അന്ന് വന്ന് സ്വർണം ഉണ്ടായിരുന്നില്ല. കാരണം ആ സ്വർണം മുഴുവൻ അവർ പിടിച്ചു മേടിച്ചു. നിങ്ങൾക്ക് പിന്നെ മേടിച്ചു തരാം, നമ്മൾ നന്നാവുമ്പോൾ മേടിച്ചു തരാം, ആ ധാരണയിലാണ്. സ്ത്രീകളെല്ലാം അഴിച്ചു കൊടുത്തു. അങ്ങനെ ഉരുപ്പടികളെല്ലാം വാങ്ങി വിറ്റും പണയം വെച്ചും സ്വരൂപിച്ച ധനവും, അതുകൂടാതെ പല ആളുകളുടെ കയ്യിൽ നിന്ന് കൈവായ്പയായി വാങ്ങിയ പൈസയും കൊണ്ടാണ് 1200 രൂപ രൊക്കം കൊടുത്തുകൊണ്ട് ആ കരണം നടക്കുകയും ശാഖയുടെ പൂർണ്ണാധികാരത്തിൽ 39 സെന്റ് അന്നംപറമ്പ് സ്വന്തമാവുകയും ചെയ്തു. അതിന്റെ ക്ഷീണമൊന്നും മാറാൻ 5-6 വർഷം എടുത്തു. കാരണം പലപ്പോഴും പിടിയേരി പരിപാടിയൊക്കെ ഇപ്പൊ പറഞ്ഞ ആർക്കും മനസ്സിലായില്ല. കാരണം മൈക്രോ ഫൈനാൻസിലൊക്കെ എല്ലാവരും ഓരോ ദിവസം 20 രൂപ 30 രൂപ വെച്ചിട്ടാണ് സമ്പാദിക്കുന്നത്. അന്ന് കയ്യിൽ പൈസ ഇല്ല. അപ്പോ ഇടുന്ന ചോറ് അരിയിൽ നിന്ന് ഒരു പിടി എടുത്ത് മാറ്റി വെക്കും. അങ്ങനെ 7 ദിവസം ആകുമ്പോൾ 7 പിടി ആവും. പിന്നെ ഇന്നത്തെ പോലെ വെറൈറ്റി അരിയില്ല കേട്ടോ. എല്ലാവരും ഉപയോഗിക്കുന്ന ഏതാണ്ട് ഒരേപോലെയുള്ള കുത്തരിയാണ്. ഇവിടെ തന്നെ ഉണ്ടാവുന്ന അരി. അപ്പൊ ഈ അരിയെല്ലാം ഒരു കലത്തിലിട്ട് വെച്ചിരിക്കും.
ആഴ്ചയിലെ അവസാനമാകുമ്പോൾ യോഗം പ്രവർത്തകർ വന്ന് ഈ മൺകല എടുത്ത് ചാക്കിലിട്ടുകൊണ്ട് പോകും. മാസത്തിലൊരിക്കൽ ലേലം വിളിയാണ്. ഈ അരി ലേലം വിളിച്ച് കിട്ടുന്ന പൈസ വരവ് വെക്കും. ഒന്ന് ആലോചിച്ചു നോക്കും. ഒരു ജനത അവരുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമായ ഒരു ധ്യാന മണ്ഡപം പടുത്തുയർത്തുവാൻ വേണ്ടി ചോരയും വിയർപ്പും പണയം വെച്ച് നേടിയ 39 സെന്റ് സ്ഥലം അവിടെ വന്നത് സാധിച്ചോ? അത് പണിയുവാൻ സാധിച്ചു. ചരിത്രത്തിന്റെ രീതികളിലേക്ക് പുറകിലേക്ക് നോക്കുമ്പോൾ ഒരു ചതിയുടെ കഥ അവിടെ കാണാൻ സാധിക്കും. ഏതാണ്ട് ഒരു 1955 കാലയളവിൽ ഈ ഗുരുമണ്ഡപ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അത് ഇവിടെ ആയിരുന്നില്ല നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. ഇന്നിപ്പോ SM പാർക്ക് ഇരിക്കുന്ന ഭാഗത്ത് മനോഹരമായ ഒരു ഗുരുമണ്ഡപം പണിയുവാനുള്ള ശ്രമവുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ ആദ്യമൊക്കെ മസിൽ പവറും മണി പവറും ഉപയോഗിച്ച് തല്ലി തകർത്തു. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഇവിടെയുള്ള കീഴാള സമുദായങ്ങൾക്കെല്ലാം കുടികിടപ്പവകാശവും എല്ലാം ചോദിച്ചു തുടങ്ങി. അന്ന് കുടികിടപ്പ് വന്നിട്ടില്ലെങ്കിൽ ചോദിച്ചു തുടങ്ങി. അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരായി തുടങ്ങി. പിന്നോക്ക വിഭാഗങ്ങളിലുള്ളവരെല്ലാം വിദ്യാസമ്പന്നരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം അവകാശങ്ങളെ കുറിച്ചുള്ള ബോധം അവരെ മുന്നോട്ട് നയിച്ചു. അപ്പോൾ പഴയ ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ നിന്നുള്ള ഒരു പരിക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്ര നിർമ്മാണം മുന്നോട്ട് പോകുന്നത്. ആദ്യമൊക്കെ നിശബ്ദം സഹിച്ചുവെങ്കിൽ പോലും പിന്നീട് ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയുവാനുള്ള ഒരു തന്റേടത്തോടെ ഈ സമുദായം മുന്നോട്ട് വരികയും ഈ സംഘടന അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തപ്പോൾ നിയമപരമായ ഡക്ക് വേലകൾ എന്നാ പറയുന്നത് കുതന്ത്രങ്ങളിലൂടെ അതിനെ തകർക്കുവാനുള്ള ശ്രമമായി. എന്തായിരുന്നു അത് ചെയ്തത്? സാധാരണ രീതിയിൽ ഇപ്രകാരമൊക്കെ ഉള്ളപ്പോൾ ചെയ്യുന്ന ഒരു സാധാരണ ഒരു സാങ്കേതികമായ ഒരു തടസ്സം ആചാരപരമായ അവകാശങ്ങൾ, ഇംഗ്ലീഷിൽ അതിനെ പറയുന്ന കസ്റ്റമറി റൈറ്റ് എന്ന് പറയും. ആചാരപരമായ അവകാശം കൊട്ടാര ദേവസ്വത്തിന് ഈ ഭൂമിയിലുണ്ട്. വേലാപൂരം വർഷത്തിൽ 2 തവണ 365 ദിവസം ഉണ്ടെങ്കിൽ 2 ദിവസത്തെ ഉടമസ്ഥൻ ഇവിടെ വേലയും പൂരയും നടത്തിയിട്ട് പോവാം കുറച്ച് സമയം. ആ അവകാശം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഇവിടെ ഗുരുമണ്ഡപം അടക്കം ഒന്നും പണിയാൻ പാടില്ല, കൺസ്ട്രക്ഷൻസ് ഒന്നും പാടില്ല. അങ്ങനെ കോടതിയെ സമീപിച്ചു. 1961 ബ്രിട്ടീഷ് കോടതി, 1964 അഡീഷണൽ ഡിസ്ട്രിക്ട് കോർട്ട്, 1974 ഹൈക്കോടതി. വിധിപ്പകർപ്പുകളുടെ കാര്യം ഞാൻ പറയാം. ഞാൻ വേഗം പറഞ്ഞു പോകുന്നു, കാരണം ഒട്ടേറെ തിരക്കുകളും ആയിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. അപ്പോ ഇതിലെല്ലാം ഊന്നിപ്പറയുന്ന എല്ലാം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. കസ്റ്റമറി റൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ആചാരപരമായ കാര്യങ്ങൾ എവിടെയാണ് നടക്കുന്നത്? ഈ ഭൂമിയിലാണ് നടക്കുന്നത്. അവിടെ കിട്ടുന്ന ഗുരുമണ്ഡപവും ഇതുമായിട്ട് എന്താ ബന്ധം? അതിന് യാതൊരു ബന്ധവുമില്ല. ബന്ധം സ്ഥാപിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഹീനമായ ചില തന്ത്രങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ അരങ്ങറയിൽ നടന്നു. അരങ്ങിൽ നിന്ന് മാറി അയറയിൽ നടന്നു. എങ്ങനെയായിരുന്നു നടന്നു? 1963-64 കാലഘട്ടത്തിൽ റിഫൈനറിയിലേക്ക് കൂറ്റൻ യന്ത്രങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി ഈ റോഡ് വീതി കൂട്ടി. അതല്ലെങ്കിൽ റോഡ് നിർമ്മിച്ചു. അന്നാണ് ആദ്യമായി ഇവിടെ റോഡ് നിർമ്മാണം. മരടിന്റെ ചരിത്രത്തിന്റെ ഏറ്റവും ആദ്യത്തെ വികസന നാഴികക്കല്ല് സ്ഥാപിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1963-64 കാലഘട്ടത്തിൽ ഈ റോഡ്, റിഫൈനറി റോഡ്, അന്ന് നമുക്ക് ആർക്കും സങ്കല്പിക്കാൻ പറ്റാത്തത്രയും വീതിയിൽ, ഏതാണ്ട് ഒരു 6-8 മീറ്റർ വീതിയിൽ ഒരു റോഡ്, ടാറിട്ട റോഡ് നിർമ്മിക്കുവാനുള്ള ശ്രമം ആരംഭിച്ചു. ഈ ശ്രമം ആരംഭിക്കുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല. കാരണം 1960-63 കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേക്കുള്ള അപ്പത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമൂഹം, ഈ വിഭാഗം. സാധാരണ രീതിയിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഗവൺമെന്റിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസ്, ഈ സർവേ നമ്പറിലൊക്കെയുള്ള ഭൂമി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അത് മേലാൽ അത് നിങ്ങൾ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പാടില്ല, പഞ്ചായത്തിലേക്കോ വില്ലേജിലോ ഒക്കെ അതിന്റെ രേഖകൾ അയച്ചോളൂ. അത് ഉറപ്പായി കഴിഞ്ഞാൽ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു അറിയിപ്പ് വരും. ഭൂമിക്ക് പൊന്നും വില എന്ന് പറയുന്നത്, പൊന്നും പോയിട്ട് വെള്ളിയുടെ വില പോലും കിട്ടില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ആദ്യം അക്വിസിഷൻ നോട്ടീസ്, റെക്വിസിഷൻ നോട്ടീസ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ്, അത് നമുക്ക് കിട്ടിയില്ല. അത് നൽകുവാൻ വേണ്ട ശ്രമങ്ങൾ നടത്തിയില്ല റവന്യൂ അധികാരികൾ. അത്
വളരെ തന്ത്രപൂർവമായ ഗൂഢാലോചനയുടെ ഫലമായിട്ട് തന്നെയായിരുന്നു അത് ചവിട്ടിത്താത്തി. ആ ചവിട്ടിത്താത്തലുകളെല്ലാം ഇപ്പോഴും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 2012 ആണ്ട് 13 ആണ്ടായപ്പോഴും ആ ചവിട്ടിത്താത്തലുകൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യമെല്ലാം എനിക്ക് തോന്നുന്നു അധ്യക്ഷൻ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അദ്ദേഹം ആ സമയത്ത് വിശദീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. RTO കോടതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ അന്ന് ചവിട്ടിത്താത്തി ഈ ആവശ്യപ്പെടൽ നോട്ടീസ് നമുക്ക് കിട്ടിയില്ല. പിന്നീട് വരുന്നത് ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള നോട്ടീസാണ്. ആ നോട്ടീസ് പ്രകാരം 3187 രൂപ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് 25.25 സെന്റ് ഭൂമി ഏറ്റെടുത്തു. എന്തിനാണ് 25.25 സെന്റ് ഭൂമി? സാമാന്യ ബുദ്ധിയുള്ള ആർക്കും, ഒരു എഞ്ചിനീയറിംഗ് സ്കില്ലിന്റെ ABCD അറിയാവുന്ന, സർവേ കണക്കുകളുടെ സ്വരാക്ഷരങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഏറ്റെടുക്കുമോ? ഇപ്പൊ ഈ ദീർഘചതുരാകൃതിയിൽ കിടക്കുന്ന ഈ ഭൂമിയെ വികർണാനുപാതമായി ഡയഗണലായി കീറി മുറിച്ചിരിക്കുകയാണ്. അതായത് ഉപയോഗശൂന്യമാക്കുക ഈ ഭൂമി. അതായിരുന്നു ലക്ഷ്യം. അത് നടപ്പാക്കി. അങ്ങനെ 39 സെന്റ് ഭൂമി 25.25 സെന്റ് അതിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് അംഗഭംഗം വരുത്തിക്കൊണ്ട് ഭൂമി ഏറ്റെടുക്കുന്നതാണ്. എന്നിട്ട് ഈ ഭൂമിക്ക് ഈ റോഡിന് വേണ്ടി എത്രയാണ് ഉപയോഗിച്ചു നോക്കൂ. ഈ കാണുന്ന നമ്മുടെ മുൻപിലുള്ള ഈ റോഡാണ്. ഇത് സ്പെസിമെൻ നമ്മുടെ മുമ്പിൽ തന്നെ കിടക്കുകയാണ്. കഷ്ടിച്ച് 13 സെന്റ് ഉപയോഗിച്ചിട്ടുണ്ടാവും. ബാക്കിയുള്ള സ്ഥലം വേക്കന്റ് ആയിട്ടുണ്ട്. കുറെ നാൾ മാർക്കറ്റ് നടത്തി. ഇപ്പോഴും PWDയുടെ സ്ഥലമാണ്. അത് മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത് നടത്തുകയാണ്. കെയർ ടേക്കറാണ് മുനിസിപ്പാലിറ്റി. അപ്പോൾ ഇത് ഫ്ലാഷ് ബാക്ക് ആണ്. ഈ ഫ്ലാഷ് ബാക്ക് എല്ലാം നമ്മളുടെ മനസ്സിൽ ഒരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയൊന്നും അല്ല നമ്മളിത് ഇതുവരെ കണ്ടിട്ടുള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതായിരുന്നില്ല നടക്കരുത്. അങ്ങേയറ്റം സമാധാനപ്രിയരായിട്ടുള്ള, ഗുരുധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, പക്ഷേ മറക്കരുത്, ഈ ചരിത്രം മറക്കരുത്. ഇതെല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഭൂതകാലം നഷ്ടപ്പെട്ട ഒരു ജനത ഭാവിക്ക് അവകാശമില്ലാത്തവരാണ്. അതുകൊണ്ട് ഇതൊന്നും മറക്കരുത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. ഏതായാലും 25.25 സെന്റ് ഭൂമി നഷ്ടപ്പെട്ട നമ്മൾ 13.25 സെന്റ് ഭൂമിയിലേക്ക് നമ്മുടെ അവകാശം ചുരുക്കേണ്ടി വന്നു. അങ്ങനെ 974 ഹൈക്കോടതി ഒരു തീർപ്പ് കൽപ്പിച്ചു. എന്താണ് ആ തീർപ്പ്? ഞാൻ നിങ്ങളുടെ അറിവിലേക്കും പല സംശയങ്ങളുള്ളത് കൊണ്ട് മാത്രം ആ ഹൈക്കോടതിയുടെ സൈറ്റേഷൻ ഒന്ന് വായിക്കാം. Plot 2 also originally belonged to the ദേവസ്വം. അപ്പോൾ ആദ്യം പ്ലോട്ട് 1 ഈ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്ന 2 പ്ലോട്ടുകളാണ്. ഒന്ന് പ്ലോട്ട് 1, പ്ലോട്ട് 2. പ്ലോട്ട് 2 എന്ന് പറയുന്ന 13.25 സെന്റ്. പ്ലോട്ട് 1 എന്ന് പറയുന്നത് മരട്ടിൽ കൊട്ടാരം ഭഗവതി. പ്ലോട്ട് 1 is the site of a temple by name മരട്ടിൽ കൊട്ടാരം ഭഗവതി ക്ഷേത്രം. 2 പ്ലോട്ട് 2 also originally belonged to the ദേവസ്വം. ഒറിജിനലി ബിലോങ് ടു ദി ദേവസ്വം എന്ന് പറയുന്നത് ആദ്യ കാലയളവിൽ ഈ ദേവസ്വത്തിന്റെ സ്വത്തായിരുന്ന പ്ലോട്ട് നമ്പർ 2. ബട്ട് ദ ദേവസ്വം ഡിമൈസ്ഡ് ഇറ്റ് ഓൺ കാണം ഇൻ ഫേവർ ഓഫ് എ തേർഡ് പാർട്ടി കൺസിഡറബിൾ ടൈം ബാക്ക്. ഗണ്യമായ ഒരു കാലയളവിന് പിമ്പിൽ ദേവസ്വം ഈ കാണം റൈറ്റ്, കാണം അവകാശം ഡിഫൻഡന്റ് ആയിട്ടുള്ള ആളുകൾക്ക് വിറ്റു. ഡിമൈസ്ഡ് എന്ന ആ വാക്കിന്റെ ലിറ്റിഗേഷൻ അർത്ഥം, വ്യാവഹാരിക അർത്ഥം എന്ന് പറയുന്നത് തീർകൊടുത്തു എന്നുള്ളതാണ്. സർവ്വ അവകാശങ്ങൾ സറണ്ടർ ചെയ്തു എന്നുള്ളതാണ്. ഹൈക്കോടതി വിധിയാണ്, വിധിപ്പകർപ്പാണ്, അല്ലാതെ ഫ്രീയല്ല. ഇത് വിധിപ്പകർപ്പാണ്, ഹൈക്കോടതി ശരിവെച്ചിട്ടുള്ളതാണ്. പിന്നെയും തുടരുന്നു. ദ ഡിഫൻഡന്റ് in the action who are the office bearers of the SNDP Shakha Yogam of the concerned locality purchased the Kanam right and obtained possession of plot 2. ഈ കാണം വാങ്ങിയതാരാണ്? SNDP ശാഖായോഗം. ഈ ലൊക്കാലിറ്റിയിൽ SNDP ശാഖായോഗം ഇത് വാങ്ങുകയും ഇത് പൊസഷനിലൊക്കെ വാങ്ങുക മാത്രമല്ല, ഇത് കൈവശാവകാശത്തിൽ വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹൈക്കോടതി വിധി പകർത്താം. സംശയമുള്ളവർക്ക് ശാഖാ ഓഫീസിൽ വന്നാൽ ഇതിന്റെ ഒറിജിനൽ കാണിച്ചു തരാവുന്ന. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ പറയുന്നതെല്ലാം പോലെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആർക്കും ഗീബൽസിയൻ തന്ത്രങ്ങൾ ഞങ്ങളുടെ തന്ത്രമേ അല്ല, ഞങ്ങളുടെ സംസ്കാരമേ അല്ല. ഏതായാലും എന്ത് സംഭവിച്ചു? അതോടുകൂടി ഒരു ചാപ്റ്റർ അവിടെ അവസാനിച്ചു. ആ കാലയളവിൽ ഋതുക്കൾ പലത് മാറി, വർഷങ്ങൾ പലത് കഴിഞ്ഞുപോയി. ഈ ഒരു ജനതയിൽ കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. സാംസ്കാരികമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും മാറ്റങ്ങളുടെ ഒരു കൊടുങ്കാറ്റടിച്ച കാലഘട്ടമായിരുന്നു 60കളും 70കളും എല്ലാം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിശക്തമായ ചാലക ശക്തിയായി മാറി. ജന്മിക്കുടിയാന്മാര് അവകാശികളായി മാറി. അങ്ങനെ ഒട്ടേറെ മാറ്റങ്ങൾ, പരിക്രമണങ്ങൾ ഈ സമൂഹത്തിൽ മാറിയതിന്റെ ഭാഗമായി ഇരു സമുദായങ്ങളും വളരെ സൗഹാർദ്ദതയോടുകൂടി
ഈ പ്രശ്നത്തിനെ സമീപിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നിശ്ചയിക്കപ്പെട്ടിരുന്ന സ്ഥലത്ത് 1987 ഒരു പ്രതിമ സ്ഥാപിക്കുകയും അന്ന് തന്നെ അതിന് ഈ ചുറ്റുവേലി സ്ഥാപിക്കുകയും ചെയ്തു. ഈ പ്രതിമ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് NSSഉം ദേവസ്വവും വളരെയേറെ സഹായകരമായ നിലപാടുകളാണ് പിൽക്കാലത്തെടുത്തത്. കാരണം 946 സാമൂഹ്യ പരിസ്ഥിതിയിൽ ഒരുപാട് മാറ്റം വന്നു. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വൈരനിര്യാതന ബുദ്ധിയെല്ലാം ഉപേക്ഷിച്ചു. 987 ശേഷം വളരെ സൗഹാർദ്ദപരമായ NSSഉം SNDPയും അങ്ങേയറ്റം സൗഹാർദ്ദപരമായ ഒരു നിലപാടാണ് പിൽക്കാലത്ത് തുടർന്നുകൊണ്ടിരുന്നത്. പിന്നീടുള്ള എല്ലാ ക്ഷേത്രോത്സവങ്ങളിലും SNDPയുടെ ക്ഷേത്രം അന്ന് 25 സെന്റ് ഭൂമി വെട്ടിമുറിച്ചപ്പോൾ കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പുരാൻ ഒരു വാഴ വേറെ ഞാൻ എന്ന് പറഞ്ഞ് കരഞ്ഞ നമ്മളുടെ പ്രപിതാമഹന്മാർ ആ വാഴ വേറെ വെട്ടിവെച്ചത് അവിടെയാണ്. ആ വാഴ കുലച്ചു, 117 സെന്റിൽ കുലച്ചു. ഈ വാഴയുടെ കണ്ണ് ഇവിടെ ഒരു മുളയായിട്ട് നിൽക്കുകയാണ്, ഈ 13.25 സെന്റ് സ്ഥലം. അപ്പോ ആ കഥയൊന്നും മറക്കരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും 987 ശേഷം വളരെ സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ ഇരു സമുദായങ്ങളുടെയും ഇരു സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങി. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവ പിരിവിന് എല്ലാ നായർ സഹോദരന്മാരും എല്ലാ ക്രിസ്ത്യൻ സഹോദരന്മാരും ഇവിടെ പരട്ടും കൊട്ടാരം വെടിക്കെട്ടെന്ന് പറയുന്നത് ഒരു ദേശീയ ഉത്സവമാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് ദേശീയ ഉത്സവം തന്നെയാണ്. അതേക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പറയേണ്ടതുണ്ട്, അതിലേക്ക് ഞാൻ വരികയാണ്. ഏതായാലും എപ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങിയത്? പ്രശ്നം തുടങ്ങുവാനുള്ള കാരണം എവിടെ നിന്നാണ് തുടങ്ങി? ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്? അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയണം. 2011 കൂടി ഞങ്ങൾ ഈ ഭൂമിയുടെ കാണം സെറ്റിൽ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. കാരണം ഒരു സംഘടന എന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ, സംഘടന ഒരു സംഘാതമാണ്, ഒരാളുകളുടെ ഗണമാണ്. നമ്മുടെ വീട്ടിലുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ പോയി കാണം സെറ്റിൽമെന്റ് നടത്തി പോക്കുവരവൊക്കെ ചെയ്ത് എല്ലാം സുരക്ഷിതമാക്കി. ഒരു സംഘടനയൊന്നുമ്പോഴത്തേക്ക് അതിൻ്റെതായ കുറച്ച് പരിമിതികളുണ്ട്. ഈ റോഡ് വൈഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ഥലം ഏറ്റെടുക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളൊരു അഭ്യൂഹം വരുന്നതോടെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം പക്ക ക്ലിയർ ആക്കി വെക്കണം എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി കാണം സെറ്റിൽ ചെയ്യാൻ. കാരണം ക്ലിയർ ഡോക്യുമെന്റ് ആണ്. കാണം സെറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞ ഒരാഴ്ചത്തെ കാര്യമുള്ള ഒരു ഫോർമലായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക, ഡോക്യുമെന്റ്സ് എല്ലാം കൊടുക്കുക, പൂർണ്ണ അവകാശത്തിലുള്ള ഈ ഭൂമിമേൽ കാണം സെറ്റിൽ ചെയ്യാൻ എന്താ ഒരു തടസ്സം എന്ന് കരുതി ചെന്നപ്പോഴാണ് മാരീജൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഒരു ഖദർ ഉടുപ്പിട്ടുകൊണ്ട് താടി വെച്ചുകൊണ്ട് ഒരു മാരീജൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവര് വിഹ്വലരാണ്, റവന്യൂ അധികാരികൾ വിഹ്വലരാണ്. റവന്യൂ അധികാരികളോട് ഞങ്ങൾ ചോദിച്ചു, കൃത്യമായ രേഖകളുണ്ടല്ലോ, ഒറിജിനൽ ഡോക്യുമെന്റ് ഉണ്ട്, ടാക്സ് അടച്ച റെസീറ്റ് ഉണ്ട്, പൊസഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇതെല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്താ കാണത്തില്ല ഇത് എന്നാല് നിങ്ങൾ പറയുന്ന എല്ലാ രേഖകളും ഹാജരാക്കി. അത് ഞങ്ങൾക്ക് അത് ഇതേ അതെന്താണ് പറഞ്ഞേ പറ്റൂ. അപ്പൊ അവർ പറഞ്ഞു, മാരീജന്റെ കഥ പറഞ്ഞു, ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, പുറത്തുനിന്ന് ചില എക്സ്റ്റേണൽ ശക്തി ബാഹ്യ ശക്തികൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, അവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, ധനസ്വാധീനമുണ്ട്, അതെല്ലാം കാണിച്ചുകൊണ്ട് മസിൽ പവർ കാണിച്ചുകൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, ഞങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കിലെടുത്ത് കളയുമെന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 550ഓളം കുടുംബങ്ങൾ SNDP 2769 ചുറ്റുപാടുമായിട്ട് 6 ശാഖകളുണ്ട്. നെട്ടൂര് 2 ശാഖയുണ്ട്, കുട്ടന്നൂർ 1 ശാഖയുണ്ട്, തുരുത്തിയിൽ 1 ശാഖയുണ്ട്, പൂവിതമേൽ 1 ശാഖയുണ്ട്. 10,000 കുടുംബങ്ങളുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്നിട്ട് ധാരണയിൽ വേണോ? ഒരു സംഘടനാ ശക്തിയുടെ മുൻപിൽ റവന്യൂ അധികാരികൾ കീഴടങ്ങുകയും ന്യായപ്രകാരമുള്ള, ഞങ്ങൾ പറഞ്ഞ അന്യായമായിട്ട് ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ന്യായപ്രകാരമുള്ള കാണം സെറ്റിൽമെന്റ് നടത്തി തന്നു. അതിനുശേഷം പോക്കുവരവ് ചെയ്തപ്പോഴും ഇതുപോലെയുള്ള തടസ്സങ്ങളുണ്ടായി. വില്ലേജ് ഓഫീസിൽ, സർവേ ഓഫീസിൽ, താലൂക്ക് ഓഫീസിൽ. പോക്കുവരവ് എന്നുള്ളതിന്റെ അർത്ഥം പോവുകയും വരികയും ആണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടത് പോക്കുവരവ് ചെയ്യാൻ ചെന്നപ്പോൾ. എന്റെ ഭൂമി പോക്കുവരാൻ ചെന്നപ്പോൾ ഇത്ര ബുദ്ധിമുട്ട് എനിക്ക് അനുഭവിച്ചിട്ടില്ല. ഒരു 100-125 തവണയെങ്കിലും പല ഓഫീസുകളിലായിട്ട് കയറി ഇറങ്ങാറുണ്ട്. ആരാണ് ഇതിന്റെ പുറകിലുള്ളത്? അന്നൊന്നും ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് ഇന്ന വ്യക്തികളാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് പറയാൻ സാധിക്കും, തെളിവുകളോടുകൂടി പറയാൻ സാധിക്കും ഏത് വ്യക്തികളാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത്. അത് പറയുവാനാണ് ഞാൻ ഇത്രയും ആമുഖമായിട്ടത് പറഞ്ഞു. ഏതായാലും പോക്കുവരവ് ചെയ്ത് കഴിഞ്ഞ് ലഭിച്ചപ്പോൾ പോക്കുവരവ് ചെയ്തത് ആദ്യം നോട്ടീസ് അയച്ചു, വന്നില്ല. പിന്നീട് നോട്ടീസ് അയച്ചു, ഒരു പ്രതിനിധിയെ വിട്ടു, കൊട്ടാരം ദേവസ്വത്തില്ല. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പോക്കുവരവ് ചെയ്ത് കഴിഞ്ഞു. പോക്കുവരവ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എന്താ ചെയ്യണം? നമ്മൾ നിങ്ങളിരിക്കുന്ന അവിടെ വലിയൊരു ഗർത്തമാണ്, അവിടെ മണ്ണിട്ട് നികർത്തി ലെവൽ ചെയ്ത് ഇത് മുഴുവനും
ടൈൽസ് വിരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. മനോഹരമായിട്ട് ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ എടുക്കണം, അതിന് നാമമാത്രമായ ഒരു ഫീസ് മേടിക്കണം. ഇതൊക്കെ നമ്മളുടെ അവകാശമല്ലേ? ഈ ഭൂമി സ്വന്തമായിട്ടുള്ള നമ്മളുടെ അവകാശമല്ലേ? ഇതിനു വേണ്ടി മുന്നോട്ട് പോയപ്പോഴേക്കൊണ്ടോ ചന്ദ്രഹാസം വിളക്കിക്കൊണ്ട് ചില ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരും. മരട്ടിൽ കൊട്ടാരം ദേവസ്വത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ KG ഇന്ദുകലാധരൻ, മുൻ സെക്രട്ടറി നന്ദകുമാർ, മുൻ ഖജാൻജി വിനോദും അടങ്ങുന്ന 3 പേര്, അവരുടെ റെപ്രസെന്റേഷനാണ്. മരട്ടിൽ കൊട്ടാരം ഭഗവതി ദേവസ്വത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു കേസ് ഞങ്ങൾക്കെതിരായി. അപ്പോ അതിനു മുൻപ് കേസുകളുടെ ഒരു ഘോഷയാത്രയാണ്. 5 കേസുകളുണ്ട്, ഇപ്പൊ നിലവിൽ 5 കേസ്. ആദ്യം പോലീസ് കേസ്. എന്തിനു വേണ്ടിയായിരുന്നു? ആദ്യത്തെ പോലീസ് കേസ് ഞങ്ങൾ ഈ ഭൂമി നിരപ്പാക്കിയതിന് എതിരായിരുന്നു ഒരു കേസ്. രണ്ടാമത്തെ കേസ് ഇതേപോലെ തന്നെ പല ആളുകളോട് സത്യം പറഞ്ഞപ്പോഴും ഈ ഈബൽസ്യൻ തന്ത്രങ്ങൾക്ക് വിധേയരായ ഒരു വിഭാഗം ആളുകൾ ഈ സത്യം ഉൾക്കൊള്ളുവാൻ തയ്യാറാകാതെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സത്യം വിളിച്ചു പറയുവാൻ വേണ്ടി ഒരു ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥലത്ത് SNDPയുടെ സ്ഥലത്ത് 2 ഫ്ലക്സ് ബോർഡ് വെച്ചു. ഒരു ദിവസം അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ചെന്ന് നോക്കിയപ്പോ ആ ഫ്ലക്സ് ബോർഡ് കാണാനില്ല. അത് പോലീസുകാരെടുത്തു. ചോദിച്ചപ്പോ പറഞ്ഞു ഉന്നതങ്ങളിൽ നിന്നുള്ള വിളിച്ചു പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല, ഞങ്ങള് അനുസരിക്കാല്ലാതെ നിവൃത്തിയില്ല. അങ്ങനെ ഫ്ലക്സ് ബോർഡ് സീസ് ചെയ്തത്. അപ്പോ നമ്മളുടെ സ്ഥലത്ത് ഫ്ലക്സ് ബോർഡ് വെക്കാനുള്ള അവകാശം പോലും നമുക്കില്ല. ആ ഫ്ലക്സ് ബോർഡിൽ എന്താണ് എഴുതിയിരുന്നത്? പോക്കുവരവിന്റെ ചരിത്രം, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഈ ഭൂമി നമ്മളുടേതാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള രേഖകൾ നമ്മൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിലോ സഹയോഗത്തിലോ ബന്ധപ്പെടാം. ഇതായിരുന്നു അതിന്റെ ഉള്ളടക്കം. ആ ഉള്ളടക്കത്തെ തിരിച്ചു മറിച്ചുകൊണ്ട് വർഗീയ കലാപം സൃഷ്ടിക്കുവാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചു എന്ന് കുപ്രചരണം നടത്തിക്കൊണ്ട് ഒരു നോട്ടീസ് അയപ്പിച്ചു പോലീസിനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു നോട്ടീസ്. ആ നോട്ടീസ് ഇപ്പോഴും ആ നോട്ടീസിനുള്ള മറുപടി ഞങ്ങൾ കൊടുത്തു, തൃപ്തികരമായ മറുപടി കൊടുത്തു. പക്ഷെ ആ നടപടി അവിടെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഡെമോക്രസിന്റെ വാള് പോലെ ഇതിന്റെ പ്രവർത്തകരുടെ മുകളിൽ, തലയ്ക്ക് മുകളിൽ അതിപ്പോഴും തൂങ്ങിക്കിടക്കുകയാണ്. ഏത് നിമിഷവും അത് പൊട്ടി ഞങ്ങളുടെ തലയിലേക്ക്, ഈ സംഘടനയുടെ തലയിലേക്ക് വീഴാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അധർമ്മം നടപ്പാക്കുന്ന വീതികൾ എപ്രകാരമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തീർന്നില്ല. അതിനുശേഷം അടുത്ത കേസ് വരുന്നു RDO കോടതി. എന്താണ് RDO കോടതിയിലെ കേസിന്റെ ഉള്ളടക്കം? അത് നേരത്തെ സൂചിപ്പിച്ച ഈ 3 വ്യക്തികൾ തന്നെയാണ് അതിലും പരാതിക്കാരായി വന്നിട്ടുള്ളത്. എന്താണ് ആ കേസിന്റെ ഉള്ളടക്കം? ഈ ഭൂമി, ഈ 13.3 സെന്റ് ഭൂമി കൊട്ടാരം ദേവസ്വത്തിൻ്റെതാണ്. 1908 നടത്തിയ കരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ലേ? നമ്മള് വേലമ്പറമ്പിൽ ചീരുവമ്മ മകൻ കൊച്ചുണ്ണി വേണൂരിൽ നിന്ന് 1946 വാങ്ങിയ ഭൂമിയുടെ ഉള്ളടക്കം പുറം വഴികൾ അന്വേഷിച്ച് പുറകിലേക്ക് ചെന്നാൽ 1908 കൊട്ടാരം ദേവസ്വത്തിൽ കരയോഗത്തിന് NSS കരയോഗത്തിന് നൽകിയ ഭൂമിയാണ്. അതിന്റെ ഒരു പട്ടിക, അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഇപ്പൊ പറയുന്നില്ല. അത് സംസാരിക്കുവാൻ ചെയർമാൻ ഉള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോ ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ 1908 ലഭിച്ച ഞങ്ങളാണ്. കൊട്ടാരം ഭഗവതി ദേവസ്വം ഞങ്ങളാണ്. SNDPക്ക് യാതൊരു അധികാരവുമില്ല. അവരുടെ കയ്യിലുള്ളത് ഒരു വ്യാജപ്രമാണമാണ്. ഫ്രോഡുലന്റ് ഡോക്യുമെന്റ് എന്നാണ് അത് പ്രയോഗിച്ചിരിക്കുന്നത്. വ്യാജപ്രമാണമാണ്. അത് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് RDO കോടതിയിലെ സമീപിച്ചത്. സ്വാഭാവികമാണ്. ഞാൻ നേരത്തെ വായിച്ചല്ലോ, ഹൈക്കോടതി വിധി ഇത്രയും സുശക്തമായ ഒരു തെളിവുള്ളപ്പോ ഇത് മാത്രം ഹാജരാക്കിയാൽ മതി. അപ്പോ ഇതൊക്കെ ഈ കേസിന്റെ പുകമറ സൃഷ്ടിക്കുന്നത് ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്താണ് ആ താല്പര്യം? അത് പരിശോധിക്കേണ്ടതുണ്ട്. ചില വ്യക്തികളുടെ താല്പര്യത്തിന് വേണ്ടി പ്രബലമായ 2 സമുദായ സംഘടനകളെ തമ്മിൽ തല്ലിപ്പിക്കുന്ന ത്രികാല ബുദ്ധിയാണ്, കുറുക്കന്റെ ബുദ്ധിയാണ്. ആടിനെ തമ്മിൽ തല്ലിപ്പിച്ച് അതിന്റെ ചോര വീണ് നട്ടിക്കുടിക്കുക എന്ന് പറയുന്ന ഒരു ഹീനതന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. അത് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പൊതുജനം അത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെയുള്ള NSS സമൂഹം അത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതെല്ലാം ഞങ്ങളിവിടെ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആവർത്തിച്ച് നുണ കേട്ട് ഒരു വിഭാഗം NSS പ്രവർത്തകർ ഇതാണോ ശരി അതാണോ ശരി എന്നുള്ള ഒരു ധർമ്മസങ്കടത്തിൽ നിൽക്കുകയാണ്. അവരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പൊതുയോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിനുശേഷം തഹസിൽദാർക്ക് കേസ് കൊടുത്തു, കളക്ടർക്ക് കേസ് കൊടുത്തു. അവരെല്ലാം അത് പുട്ടപ്പ് ചെയ്തു. അതിന്റെ നിജസ്ഥിതി അറിഞ്ഞതുകൊണ്ട് അതെല്ലാം പുട്ടപ്പ് ചെയ്തു.
അതായത് മുൻസിഫ് കോടതിയിൽ ഒരു കേസ് ഉണ്ട്. എന്നാ മുൻസിഫ് കോടതിയിൽ കേസ് കൊടുക്കുമ്പോഴേക്ക് ഞങ്ങളുടെ ആധാരം റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ കോടതി അങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊന്നും കേൾക്കാനുള്ള വേദിയല്ല. അപ്പോൾ അവിടെ അടവ് മാറ്റി, അവിടെ ഈ സംരക്ഷണ ചെയ്യുന്നുണ്ട് അത് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അത് കസ്റ്റമറി റൈറ്റിന് വിഘാതമാണ് എന്ന ഒരു പ്രത്യേക കണ്ടുപിടുത്തം, വിചിത്രമായ ഒരു കണ്ടുപിടുത്തം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് മുൻസിഫ് കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ളത്. കേസ് നീളട്ടെ, നമുക്ക് കാണാം, സത്യം തെളിയും എന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 വസ്തുതകളുണ്ട്. ഇവിടെ ഞങ്ങൾ ഈ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നതിന് 2 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ്. ഒന്ന്, SNDP യോഗം NSSന് എതിരാണ് എന്ന ഒരു കുപ്രചരണം നടത്തിയിരിക്കുകയാണ്. ആണോ? ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, 1974 ഹൈക്കോടതി വിധിക്ക് ശേഷം ഇരു സമുദായങ്ങളും അങ്ങേയറ്റ സൗഹാർദ്ദത്തോടു കൂടിയാണ് കഴിഞ്ഞു പോരുന്നത്. 87 പ്രതിമ സ്ഥാപിച്ചതിന് ശേഷം ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. NSS സഹോദരന്മാര് SNDP സഹോദരന്മാര് തോളോട് തോൾ ചേർന്നാണ് ഈ ഗുരുമണ്ഡപത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സൗഹാർദ്ദത്തോടു കൂടി കഴിയുന്ന 2 സമുദായങ്ങളെ പറഞ്ഞു തെറ്റിപ്പിക്കുന്നത് ചില വ്യക്തികളുടെ താല്പര്യമാണ്. ആ താല്പര്യങ്ങളുടെ സ്വാർത്ഥപരമായ കാര്യങ്ങളെല്ലാം പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ പറയാതെ എനിക്ക് നിവൃത്തിയില്ല. കാരണം ഇവിടെ ഇതിന് പുറകിലുള്ള 4 വീടുകൾ പാർക്കിംഗ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ സ്ഥലമാണ് മൊത്തം. പക്ഷെ സത്യം എന്താണ്? ആ വീടിന്റെ മുൻപിൽ 2.6 മീറ്റർ വീതിയിലൊരു നടവഴിയുണ്ട്. ആ വഴിയാണ് ഇപ്പൊ മരുതക്കൊട്ടാരം ക്ഷേത്രത്തിലേക്ക് നയിക്കുന്ന വഴി. ആ വഴി മാത്രമേ ഉള്ളൂ, മറ്റു വഴിയില്ല. ബാക്കിയുള്ളത് SNDPയുടെ സ്ഥലമാണ്. അപ്പോൾ നിർബാധം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാർക്കിംഗ് പ്ലേസ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായേക്കാം. അത് നേരെ രൂപ പറഞ്ഞാൽ പോലെ അതിനുള്ള പരിഹാരം നമുക്ക് ചെയ്യാമല്ലോ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 2 സമുദായങ്ങളെ തന്നെ കൂട്ടിയിടിപ്പിക്കണേ. എത്ര ഹീനമായ ഒരു തന്ത്രമാണ് ഈ വ്യക്തികൾ നടത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം ആലോചിക്കേണ്ടതാണ്. NSS സഹോദരന്മാർ ആലോചിക്കേണ്ടതാണ്. ഏതായാലും അതോടൊപ്പം ഇവർ ചെയ്തിരിക്കുന്ന ഒരു മഹാപാതകമുണ്ട്. 52ഓളം വരുന്ന ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുക. അതിൽ ബഹുഭൂരിഭാഗവും നായർ സഹോദരന്മാരാണ്. അത് എതിർക്കുവാൻ, അതിനെതിരെ ശക്തമായ എതിർപ്പുമായി വന്ന ചില വ്യക്തികളുടെ വീടിന് നേരെ വരെ കല്ലേറുണ്ടായി. വ്യക്തിപരമായ ആക്രമണം നടത്തി. ഒട്ടേറെ ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ വീട്ടിലേക്കുള്ള ഈ നാഷണൽ ഹൈവേയിൽ നിന്നുള്ള ഏക മാർഗം, സഞ്ചാരത്തിലുള്ള ഏക മാർഗമാണ് 2.6 മീറ്റർ രീതിയിലുള്ള വഴി. ആ വഴി അക്ഷരാർത്ഥത്തിൽ കെട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. ആ വഴി തുറന്നു കിട്ടണമെന്നുള്ള ഡിമാൻഡ് അവർ ആദ്യ കോടതിയിൽ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യ കോടതിയിൽ അതിന് വിധി സമ്പാദിച്ചിട്ടുണ്ട്. ഈ വഴി തുറന്നു കൊടുക്കണം, അതിനെ അളന്ന് തിട്ടപ്പെടുത്തി തുറന്നു കൊടുക്കണം എന്നുള്ള ഓർഡർ അവർ സമ്പാദിച്ചിട്ടുണ്ട്. അതെല്ലാം അതിന്റെ പുറകെ വരേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഞാനൊരു കാര്യം അസന്ദിഗ്ധമായി ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. SNDP NSS തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. NSS ഞങ്ങളുടെ സഹോദരന്മാരാണ്. NSS ഇതിനോടുള്ള ഈ സാഹോദര്യ ഭാവം എക്കാലവും SNDP ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു അർത്ഥത്തിലല്ല. ഞങ്ങൾ പ്രവർത്തിപഥത്തിലെത്തിക്കും. ഈ ഇതുപോലെയുള്ള കീടങ്ങൾക്കെതിരെ NSS ഒരു നടപടിയെടുക്കുകയാണെങ്കിൽ അതിനെ ശക്തി പകരുവാൻ SNDP എപ്പോഴും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് ഓർത്തുകൊള്ളുക. ഈ ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്കിപ്പോൾ ഉറപ്പു തരാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ റോഡിനെ പറ്റി 2 വാക്ക് പറയാതെ കടന്നു പോകുന്നത് ശരിയല്ല. ഈ വഴി പ്രശ്നവുമായി ഇടപെട്ടുകൊണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും ഇടപെടുകയുണ്ട്. കാരണം സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. നിലവിലെ മരടിലെ ശക്തമായ 3 പാർട്ടികളാണുള്ളത്. ഒന്ന് ഇടതുപക്ഷം, ഒന്ന് വലതുപക്ഷം, മറ്റൊന്ന് BJP. CPM ഒരു അനുരഞ്ജന സമ്മേളനം തന്നെ ഇതിനുവേണ്ടി വിളിച്ചുകൂട്ടി എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും. വളരെ നല്ല കാര്യം. രാഷ്ട്രീയ പാർട്ടികൾ മാതൃകാപരമായ പ്രവർത്തനമാണ് അത് കാണിച്ചത്. വളരെ നല്ല കാര്യം. അപ്പൊ അവര് ഉറപ്പ് നൽകി എന്നാണ് അറിയാൻ സാധിച്ചത്. അവരുടെ ഉറപ്പ് പാലിക്കപ്പെടട്ടെ. അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും SNDP നൽകി. BJP ഈ സഹോദരന്മാരുടെ വീട്ടിൽ പോയി അവരുടെ സഹായം ഓഫർ ചെയ്യും. എന്ത് സഹായം ഉണ്ടെങ്കിലും ഞങ്ങൾ ചെയ്യാൻ നിങ്ങളോടൊപ്പം ഈ വഴി എല്ലാവർക്കും ഉപയോഗത്തിനുള്ളതാണ്. അത് ആർക്കെങ്കിലും കെട്ടിയടക്കാനുള്ള നിയമാനുസൃതമായ വഴിയാണ്. അത് തുറക്കേണ്ടത് തന്നെയാണ് എന്നുള്ള ഒരു സ്റ്റാൻഡാണ്. കോൺഗ്രസ് കുറച്ച് വൈകിട്ടാണെങ്കിലും അവരുടെ സന്നദ്ധത തെളിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ സന്നദ്ധത എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാരണം ഇന്ന് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് കോൺഗ്രസാണ്. അപ്പോൾ കോൺഗ്രസ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിക്കപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കുവാൻ.
അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ആഗ്രഹത്തോടു കൂടിയും വളരെയേറെ പ്രതീക്ഷയോടു കൂടിയാണ് കോൺഗ്രസിന്റെ ഈ ഓഫർ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. നല്ല കാര്യമാണ്. പക്ഷേ ആ ഒരു ഓഫറിന്റെ പുറകിൽ ആശങ്കകൾ വീഴ്ത്തിക്കൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയത് കാണാതിരിക്കാൻ സാധിക്കില്ല. 35 മീറ്റർ നീളത്തിൽ മാത്രം ഒരു കാണ ഇവിടെ പണിതെടുത്തിട്ടുണ്ട്. 35 മീറ്റർ. ഈ 35 മീറ്റർ ഉള്ളോ ഈ റോഡിന് വീതി, ഈ നീളം? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ റോഡിന് കൊട്ടാരം കോൺവെന്റ് റോഡെന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഈ കാണപണിയുടെ സ്പെസിഫിക്കേഷനിൽ തന്നെ മുനിസിപ്പാലിറ്റി അത് പേരിട്ടിരിക്കുന്നത് കൊട്ടാരം കോൺവെന്റ് റോഡെന്നാണ്. അപ്പൊ കൊട്ടാരം കോൺവെന്റ് റോഡാണെങ്കിൽ ഈ റോഡുകൾ വെച്ച് അവസാനിക്കുന്നുണ്ട്. തെക്കോട്ട് വളഞ്ഞ് പടിഞ്ഞോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് പോകണം. 2.6 മീറ്റർ വീതിയിൽ 400 മീറ്റർ നീളത്തിൽ 26 സെന്റ് വിസ്തൃതിയിലുള്ള ഈ റോഡ് 35 മീറ്റർ നീളത്തിൽ മാത്രം കോൺക്രീറ്റ് ചെയ്ത് സ്ലാബ് ഇടുവാൻ ഏത് ഛേദോ വികാരമാണ് മുനിസിപ്പാലിറ്റിയെ പ്രേരിപ്പിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. അത് വെളിപ്പെടുത്തേണ്ടതുണ്ട്. കാരണം അവരുടെ ഈ സഹായ ഹസ്തത്തിന് പുറകിലുള്ള ഒരു തന്ത്രം തെളിയിക്കപ്പെടേണ്ടതാണ്, ആലോചിക്കേണ്ട വിഷയമാണ്. ഞാൻ കോൺഗ്രസ് നേതൃത്വത്തിനോട് ദയവ് ചെയ്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഈ പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെടണം. ആരാണ് ഇതിന്റെ പുറകിൽ കളിച്ചിട്ടുള്ളത്? ഈ വാർഡിന്റെ മെമ്പറാണ്, അത് മറ്റാരെങ്കിലുമാണ്? നിങ്ങൾ ഇടപെടണം. ഇത്രയും ചടുപിടിയായിട്ട് ഒരു കാണ നിർമ്മിക്കുകയും സ്ലാബ് ഇടുകയും 3.5 ലക്ഷം രൂപ അടങ്കൽ തുകയുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടന്നു. ഈ കാണ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഈ കാണ ഇവിടം കൊണ്ട് അവസാനിക്കേണ്ടതാണോ? 400 മീറ്ററിൽ 35 മീറ്റർ മാത്രമേ കാണ പണിയേണ്ടതുള്ളൂ. 52-ലേറെ കുടുംബങ്ങൾ വഴി നടക്കുന്ന വഴി. ഈ വഴിയിൽ 35 മീറ്റർ മാത്രം മതിയോ കാണാം? ഇതെല്ലാം നിങ്ങളുടെ ചിന്താശേഷിക്ക് മുൻപിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഏതായാലും SNDP അക്കാര്യത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞ് സഞ്ചാര സ്വാതന്ത്ര്യം ഒരു മനുഷ്യന്റെ ജന്മാവകാശമാണ്. അതിന് പോരാടുന്ന സഹോദരന്മാരോടൊപ്പം ഞങ്ങളൊന്നും ഉണ്ടാവും, യാതൊരു സംശയത്തിനും ഇടനിൽക്കാതെ പറയുന്നു. മറ്റൊരു കാര്യം, ഈ റോഡിന്റെ അരികിൽ താമസിക്കുന്നത് ആരൊക്കെയാണ്? ഈ ദേവസ്വത്തിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള സേതുമാധവ പണിക്കർ, കൊച്ചനിയൻ, കുഞ്ഞമ്മ അതിർത്തി, പഴയ വാർഡ് മെമ്പർ കൂടിയാണ്. ഇങ്ങനെയുള്ള പ്രമുഖരായ വ്യക്തികളുടെ വീട്ടിലേക്ക് നയിക്കുന്ന വഴിയാണ് കെട്ടിയിറക്കിയിരിക്കുന്നത്. അതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും ഞാൻ ഇനി അതിനെക്കുറിച്ച് ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് നീങ്ങുന്ന സമയം വളരെ ക്ലിഷ്ടമാണ് നമുക്ക്. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയേണ്ടതുണ്ട്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെ വൈകാരികമായ ഒരു വിഷയമായതുകൊണ്ട് അതേക്കുറിച്ച് SNDPയുടെ അഭിപ്രായം ആദ്യം തുറന്നു പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കാം. വെടിക്കെട്ടിനെതിരെ അതിശക്തമായ പ്രചരണം SNDP അഴിച്ചിട്ടിരിക്കുകയാണ്. വെടിക്കെട്ടിനെതിരാണ്, വെടിക്കെട്ട് ബാൻ ചെയ്യണം എന്നാണ് SNDPയുടെ അഭിപ്രായം എന്നാണ് ഈ ഗീബൽസിയൻ കിങ്കരന്മാരുടെ പറഞ്ഞു വരുത്തിയിട്ടുള്ളത്. സത്യം എന്താണ് സുഹൃത്തുക്കളെ? വെടിക്കെട്ടിന് ഒരു കാരണവശാലും SNDP എതിരല്ല. ചില പുരാതനമായിട്ട് നടത്തുന്ന ഒരു ആചാരമാണ്. കൊട്ടാരം ഭഗവതി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത്, ഇപ്പോ വൈറ്റില സുബ്രഹ്മണ്യ ക്ഷേത്രം, പള്ളുരുത്തി ഭവാനീശ്വര ക്ഷേത്രം, ഇതൊക്കെ അറിയപ്പെടുന്ന അവിടുത്തെ കാവടി ഘോഷയാത്ര കൊണ്ടാണ്. കൊട്ടാരം ഭഗവതി ദേവസ്വം ഇത്രയും പ്രശസ്തമായത് ഇവിടുത്തെ വെടിക്കെട്ട് കൊണ്ടാണ്. അപ്പോ വെടിക്കെട്ട് പൂർണ്ണമായിട്ട് നിർത്തലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SNDP മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്ന ഒരു കുപ്രചരണം ഇവിടെ നടക്കുന്നത്. വസ്തുതാവിരുദ്ധമാണത്. തെളിച്ചു പറയട്ടെ, വസ്തുതാവിരുദ്ധമാണ്. SNDP അതിനെതിരല്ല. അതേസമയം തന്നെ ഈ വെടിക്കെട്ട് കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടേറെ ആളുകളുണ്ട്. കുറച്ചു പേരെങ്കിലും വളരെയേറെ ജീവാപായവും സ്വത്തിലുള്ള അപായവും ഒക്കെ നേരിടുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ കൂടി നമ്മൾ പരിഹരിക്കേണ്ടതല്ലേ? അവരെ കൂടി സഹജീവികളായിട്ട് കാണേണ്ടതല്ലേ? വേണ്ടതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നിപ്പോ ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നേടേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ലണ്ടൻ ഒളിമ്പിക്സ്, ഏഷ്യാഡ്, പലതര കായിക മാമാങ്കങ്ങൾ, ഇതിവിടെ എല്ലാം വെടിക്കെട്ട് നടത്തുന്നുണ്ട്. ഗംഭീര വെടിക്കെട്ടുകൾ നടത്തുന്നുണ്ട്. അതെല്ലാം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി അങ്ങേയറ്റം സുരക്ഷിതമായിട്ടാണ് നടപ്പാക്കുന്നത്. ഞാനൊരു സജഷൻ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് ആലോചിക്കാം. കാരണം 25 ലക്ഷം രൂപയോളം നഷ്ടപരിഹാരം കൊടുത്തു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 2008 വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് 3 മരണങ്ങളിലൂടെ നടന്നു. ഇപ്പോഴും ആ കേസ് സെറ്റിൽ ചെയ്തിട്ടില്ല. 1/4 കോടി രൂപയോളം ധനനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടാണ് ആ കേസ് മുന്നോട്ട് പോകുന്നത്. അതേക്കുറിച്ചൊക്കെ ഒരു പുനർവിചിന്തനം ആവശ്യമാണ്. ഇത് പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന, മനുഷ്യന്റെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കുന്ന ഏതൊരു മനുഷ്യജീവിയും ചിന്തിച്ചു പോകുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ അടിവരയിട്ട് പറയുകയാണ്, SNDP സംഘടനാ തലത്തിൽ ഇതിനെതിരല്ല. ഏതായാലും ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്.
ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. വെടിക്കെട്ട് ചില അവസരങ്ങളിൽ ഒരുപാട് വഷളാകുന്നു, ഒരുപാട് പേർക്ക് അപകടങ്ങളൊക്കെ സംഭവിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലും അനിഷ്ടങ്ങളൊക്കെ സംഭവിക്കുമ്പോഴേക്ക് നമ്മൾ പ്രശ്നം വെച്ച് നോക്കും, ദേവപ്രശ്നം വെക്കും. അപ്പോഴൊക്കെ തെളിയുന്ന ചില നിമിത്തങ്ങളുണ്ട്, ദുർനിമിത്തങ്ങളാണ്. ആ നിമിത്തങ്ങള് ദേവപ്രശ്നത്തിലെ രാശിക്കവടിയിൽ തെളിയേണ്ടതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണുന്ന ചില ദുർനിമിത്തങ്ങൾ കൂടി പറയാതെ പോകുന്നത് ശരിയായിരിക്കും. കാരണം മരടിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു മദ്യപാന രംഗമാണ് പരുത്തിച്ചൂട് എന്ന് പറയുന്നത്. ആദ്യം ശ്രീദേവി ഓഡിറ്റോറിയത്തിന് മുമ്പിലുള്ള ചാഞ്ഞു കിടക്കുന്ന പരുത്തി. ഞാനിത് ഒരു ദുരാരോപണം നടത്തുന്നതല്ല കേട്ടോ. ഞാൻ സാധാരണ പ്രസംഗത്തിനിടയിൽ കയ്യടി മേടിക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും. 2011 പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ വിവരാവകാശം വെച്ച് നോക്കിക്കോളൂ. 30 പേർക്കെതിരായിട്ടാണ് അവിടെ വെച്ച് പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് കേസ് എടുത്തിരിക്കുന്നത്. 90,000 രൂപ, 30 പേരിലേക്ക് 3,000 രൂപ വെച്ച് 90,000 രൂപ ഗവൺമെന്റിലേക്ക് വസൂലാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ നുണ പറയുന്നതല്ല. അപ്പോ മദ്യപാനം എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനിയായിട്ട് നോൺ വെജിറ്റേറിയൻ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. ഒരവസരത്തില് കൊട്ടാരം ഭഗവതിയുടെ മൂല ആധാരം കല്ലെന്ന് പറയുന്നത് അവിടെ ഒരു ആൽ വൃക്ഷത്തിന്റെ ചുവട്ടിലാണ്. ഒരവസരത്തിൽ വിശ്വാസികൾ കാണുന്നത് ബീഫ് കടിച്ച് വലിച്ച് എടുക്കുന്നതാണ് ഈ മൂലക്കടികൾ. ഇതൊക്കെ ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. ഇങ്ങനെയാണോ വിശ്വാസം സംരക്ഷിക്കേണ്ടത്? ഇതൊക്കെ ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. ഏതായാലും ഇന്നത്തെ ഈ യോഗത്തിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആളുകളുടെ മുൻപിൽ ഒട്ടേറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാനുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണാജനകമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ സമയം വലിയൊരു ഘടകമാണ്. ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. നമുക്ക് ഈ പ്രസംഗം ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. വളരെ പ്രഗത്ഭരായ യോഗ നേതാക്കന്മാർ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം സംസാരിക്കുവാൻ സമയം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുകയാണ്. എൻ്റെ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് മുൻ ശാഖാ പ്രസിഡന്റും ഗുരുമണ്ഡപ ഭൂമി സംരക്ഷണ സമിതിയുടെ ചെയർമാനുമായ ശ്രീ IG ശിവജി ആണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ഏതെങ്കിലും ഒരു കാര്യം ഒരു മിഷൻ പോലെ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെ വിഷമതയാണ്, മുൻകൂട്ടി കാണുന്ന ആളാണ്. അത് പൂർണ്ണമായും നടപ്പാക്കി അദ്ദേഹം വീട്ടിൽ തിരിച്ചു പോകാറുണ്ട്. അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും അടുത്ത ഉദാഹരണമാണ് മോസ്കോ റോഡ് 6 മീറ്ററായിട്ട് വീതി കൂട്ടിയ ഒരു സംരംഭം. വ്യക്തിപരമായിട്ട് 10 പൈസ പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. 6 മീറ്ററിലൂടെ ഇന്ന് വാഹനങ്ങൾ ഒഴിച്ചു പോകുമ്പോൾ ആരും ശിവജിയെ കുറിച്ച് ഓർക്കാറില്ല. കുറച്ച് വീട്ടുകാരെങ്കിലും ശിവജി ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ശപിക്കാറേ ഉള്ളൂ. ഏതായാലും ഈ പൊതുവേദിയിൽ പൊതു കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇതുപോലെയുള്ള ശാപങ്ങളൊക്കെ ഒരു ഭൂഷണമായിട്ടാണ് അദ്ദേഹം കരുതുന്നത്. ഈ ഒരു പ്രശ്നത്തിനകത്ത് ഈ ഒരു സംഘടനയുടെ ഈ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ഈ ഗുരുമണ്ഡപ സംരക്ഷണ സമിതിയുടെ ചെയർമാനായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് പൊതുയോഗം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തെ ഞാൻ സാദരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ യോഗത്തിലെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രഗത്ഭനായ അഭിഭാഷകനും ദീർഘകാല യോഗം പ്രവർത്തനം കൊണ്ട് നമ്മളുടെ എല്ലാം പരിചിതനുമായി തീർന്നിട്ടുള്ള അഡ്വക്കേറ്റ് AG പ്രേമചന്ദ്രനാണ്. അദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹപൂർവ്വം വക്കീല് എന്നാണ് പറയുന്നത്. ശാഖയുടെ മിക്കവാറും വ്യവഹാര ബന്ധിതമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം നേരിട്ട് തന്നെയാണ് നിർവഹിക്കുന്നത്. കുശാഗ്ര ബുദ്ധിക്കാരനായ അദ്ദേഹത്തിന്റെ ലീഗൽ അഡ്വൈസ് തീർച്ചയായും ഞങ്ങളെ നേർവഴി നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ യോഗത്തിലേക്ക് സാദരം സ്വാഗതം ചെയ്യുകയാണ്. മുഖവുര ആവശ്യമില്ലാത്ത ഒരു നേതാവാണ് മഹാരാജാ ശിവാനന്ദൻ. മഹാരാജാ ശിവാനന്ദൻ ഒരു വ്യവസായ പ്രമുഖൻ മാത്രമല്ല, ധാർമ്മികമായ രീതിയിൽ ധനം സമ്പാദിച്ചുകൊണ്ട് അതിന്റെ ധാർമ്മികമായ എല്ലാ അർത്ഥത്തോടും കൂടി അത് സമുദായ നന്മയ്ക്ക് വേണ്ടി, സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി യാഗം, പണ്ട് രാജാക്കന്മാരുടെ യാഗം നടത്തിയതുപോലെ യാഗം പോലെ ആ ധനം ജയം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ മഹാരാജാ ശിവാനന്ദൻ ഈ പരിസര ശാഖകളിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ശ്രീനാരായണ വിശ്വാസികൾക്ക് സുപരിചിതനാണ്. ഒരു മുഖവുര ആവശ്യമില്ലാത്തത്രയും പരിചിതനായ ശ്രീ മഹാരാജാ ശിവാനന്ദനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി
എന്ന യോഗത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ശാഖയുടെ അഭിമാനമായ ശ്രീ എം ജെ അഭിലാഷ് യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് വളർന്ന് ശാഖയുടെ ഉന്നത പദവിയിൽ വിരാജിക്കുന്നത്. ഞങ്ങളുടെ ഈ പ്രശ്നമുണ്ടായപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അച്ഛനെ കാണണം എന്നാണല്ലോ കുട്ടികൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ ജനറൽ സെക്രട്ടറിയെ കാണണം എന്ന് ഞങ്ങൾ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് നിഷ്പ്രയാസം ജനറൽ സെക്രട്ടറിയെ കാണുവാനുള്ള സാഹചര്യങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ പ്രവർത്തനത്തിൽ എല്ലാവിധ സഹകരണങ്ങളും ഉറപ്പാക്കി നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീ എം ഡി അഭിലാഷിനെ നിങ്ങൾ ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശാഖയുടെ എന്നല്ല ഇവിടെ ഈ പരിസരത്തുള്ള ഏത് സംഘടന എടുത്താലും ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു നേതാവാണ് ടി കെ ദാമോദരൻ ശാഖാ പ്രസിഡന്റാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാർദ്ധക്യ കാലഘട്ടത്തിൽ പോലും അദ്ദേഹം ചുറുചുറുക്കോടുകൂടി ചെറുപ്പക്കാരെ പിന്തള്ളിക്കൊണ്ട് ശാഖാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ഈ വേദിയിലും അദ്ദേഹം സന്നിധനാണ്. അദ്ദേഹത്തിന്റെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശാഖായോഗത്തിന്റെ യുവപുത്രിയാണ് ശ്രീ പി എസ് സജീവ്. അദ്ദേഹം 3 വർഷമേ ആയിട്ടുള്ളൂ സംഘടനാ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ വളരെ മധുരതാരമായ പെരുമാറ്റം കൊണ്ട് ശാഖാ പ്രവർത്തകരുടെ മനസ്സ് കവർന്നിരിക്കുകയാണ്. ഇനിയും തുടർന്ന് ഒരുപാട് പ്രവർത്തന ഭാവിയുള്ള ശ്രീ സജീവിനെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സാദരം സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ വിവിധ ശാഖകളിൽ നിന്ന് തെറ്റിയുള്ള വളരെ പ്രഗത്ഭരായ ശാഖാ നേതാക്കന്മാരുണ്ട്. അവരെല്ലാവരും നമുക്ക് പല അവസരങ്ങളിലും ആദ്യം മുതൽ അവസാനം വരെ നമ്മളുടെ കൂടെ ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പാണ്. കുണ്ടന്നൂരിൽ നിന്ന് ജയകുമാർ വന്നിട്ടുണ്ട്. നെട്ടൂർ നോർത്ത് ശാഖയിൽ നിന്ന് ബാബു വന്നിട്ടുണ്ട്. സൗത്ത് ശാഖയിൽ നിന്ന് അനീഷ് വന്നിട്ടുണ്ട്. തോളിപ്പുറയിൽ നിന്ന് വിജയചേട്ടൻ വന്നിട്ടുണ്ട്. തുരുത്തി ശാഖയിൽ നിന്ന് പരമേശ്വരൻ ചേട്ടൻ കാണാൻ എത്തിയിട്ടുണ്ട്. ഏതായാലും മിക്കവാറും എല്ലാ ശാഖാ തലത്തിൽ നിന്നുള്ള നേതാക്കന്മാരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഈ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ യോഗം ശ്രമിക്കുവാൻ എത്തിയിട്ടുള്ള സത്യശ്രവണം ചെയ്യുവാൻ എത്തിയിട്ടുള്ള എല്ലാ നല്ലവരായ ആളുകളെയും യോഗ പ്രവർത്തകരെയും യോഗത്തിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നല്ല ശ്രുതി മധുരമായ പ്രാർത്ഥന. അല്പം ശബ്ദം കുറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ടാവും. ഈശ്വര പ്രാർത്ഥനയല്ലേ, അത് നടക്കട്ടെ. നമ്മുടെ SNDP യോഗത്തിന്റെ സമാരാധ്യരായ നേതാക്കളിലൂടെ എത്തിയിട്ടുണ്ട്. യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രേമചന്ദ്രൻ, ND പ്രേമേന്ദ്രൻ, കണ്ണൂർ യൂണിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാൻ മഹാരാജ ശിവാനന്ദൻ, യോഗത്തിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ അഭിലാഷ്, ഇവരൊക്കെ സംസാരിക്കാനുണ്ട്. ഉപക്രമം എന്ന നിലയിൽ ഏതാനും വാക്കുകൾ സംസാരിക്കാതെ പോകുന്നത് അനുചിതമാകും എന്നതുകൊണ്ട് മാത്രമാണ് 5-10 മിനിറ്റ് അതിനുവേണ്ടി വിനിയോഗിക്കാൻ താല്പര്യപ്പെടുന്നത്. ആദ്യമായി ഞാൻ പൊതുരംഗത്ത് നിന്ന് പ്രത്യേകിച്ച് കാര്യമായ പങ്കാളിത്തമൊന്നുമില്ലാതെ ഒതുങ്ങിക്കൂടി കഴിയുകയായിരുന്നു കഴിഞ്ഞ 6-7 വർഷക്കാലമായിട്ട്. അത്യാവശ്യ കാര്യങ്ങളിലെല്ലാം ചെല്ലും, യോഗത്തിൽ പങ്കെടുക്കും, പിരിവെല്ലാം കൊടുക്കും, മീറ്റിങ്ങുകളിലെല്ലാം പങ്കെടുക്കും എന്നതിൽ കവിഞ്ഞ് സജീവമായ ഒരു പ്രവർത്തന രംഗത്ത് നിന്ന് വിട്ട് ഒരല്പം ആധ്യാത്മിക ചിന്തയുമായിട്ട് മാറി മറ്റൊരു മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. എന്നെ ഇപ്പോ ഈ രംഗത്തേക്ക് പിടിച്ചു വലിച്ച 3 മഹത് വ്യക്തികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ നിർത്തിയുള്ളൂ. അത് എന്റെ യുവ സുഹൃത്തുക്കളായ ശ്രീ ഇന്ദുകലാധരനും ശ്രീ നന്ദകുമാറും ശ്രീ വിനോദ് കുമാറുമാണ്. കാരണം വീട്ടിലിരിക്കുന്ന എന്റെ അടുത്ത് ശാഖാ സെക്രട്ടറി സജീവൻ വന്നിട്ട് പറഞ്ഞു,
ശിവജി ചേട്ടാ വീട്ടിലിരുന്നാൽ ശരിയാവില്ല, ഒരു കേസ് വന്നിരിക്കുന്നു, എന്താ ചെയ്യേണ്ടതെന്നൊരു രൂപമില്ല. എന്ത് കേസാണ്? ആ ഗുരുമണ്ഡപത്തിന് ചുറ്റുമുള്ള ആ സംരക്ഷണ ചെയിൻ ഇപ്പൊ പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് കേസ് വന്നേക്കണേ. ആ കേസ് എന്താ ചെയ്യേണ്ട ഒരു രൂപമില്ലല്ലോ, എന്തെങ്കിലും ചെയ്യണം. അപ്പോ ഞാൻ പറഞ്ഞ നമ്മുടെ ഹിന്ദുകലാധന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരായിട്ടുള്ള യുവ സുഹൃത്തുക്കളുണ്ട്. നമുക്ക് അവരോട് സംസാരിക്കാം. അവരൊക്കെ ഇടപെട്ട് നോക്കി. ഞാൻ ഉദ്ദേശിച്ച അഭിലാഷിനെയും നമ്മുടെ ശരത്ചന്ദ്രനെയുമാണ്. അവരൊക്കെ ഇടപെട്ട് നോക്കി. അവരൊക്കെ ഇടപെട്ടിട്ടും വഴങ്ങുന്നില്ല. അദ്ദേഹം മർക്കടമുഷ്ടിയാണ്, കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അടുത്തതായിട്ട് വരുന്നു അടുത്ത കേസ്. ഈ ഭൂമി തന്നെയും കൊട്ടാരം ഭഗവതി ദേവസ്വത്തിൻ്റെതാണ്. SNDPക്ക് ഇവിടെ യാതൊരു അവകാശമില്ല. 74-ലുണ്ടായിട്ടുള്ള ഹൈക്കോടതി വിധി ഒരു ഒത്തുതീർപ്പ് വിധിയാണ്. ഭഗവതി ദേവസ്വത്തിന്റെ വകയായിട്ടുള്ള ഭൂമിയില് 6 അടി സമചതുരത്തില് ഒരു ഗുരുമണ്ഡപം പണിയാനുള്ള ഔദാര്യപൂർവമായ അനുവാദം SNDPക്ക് ഭഗവതി ദേവസ്വം അനുവദിച്ചു കൊടുത്തതാണ്. ഭൂമിയുടെ ഉടമസ്ഥത ഭഗവതി ദേവസ്വത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് RDO കോടതിയിൽ കൊടുത്തിരിക്കുന്നു. അടുത്ത കേസ്. അപ്പൊ ഈ 2 കേസും ഫലപ്രദമായി നേരിടണം. നിങ്ങളുടെ ഔദ്യോഗിക പരിചയം, വനം വകുപ്പ് ജീവനക്കാരൻ എന്നുള്ളതിൽ 10-35 കൊല്ലക്കാലത്തെ പരിചയം, പോലീസ് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ കേസ് ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളിലൊന്നാണ് വനം വകുപ്പ്. അത് കഴിഞ്ഞ ഒരു പക്ഷേ എക്സൈസ്. അപ്പോ കേസുകള് നടത്തിയും കൊടുത്തുമൊക്കെ പരിചയമുള്ളതനുസരിച്ചിട്ട് ആ അനുഭവ സമ്പത്ത് ഇപ്പോ സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്നൊരു അഭ്യർത്ഥന. അങ്ങനെയാണ് ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ എന്നെ ഈ രംഗത്തേക്ക് ഇറക്കാൻ പ്രേരകമായ സുഹൃത്തുക്കൾക്ക് നന്ദി പറഞ്ഞത്. അപ്പൊ ഈ കേസിന്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പഴയ രേഖകളൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞത് 39 കൊല്ലം മുമ്പ് ഹൈക്കോടതി വിധിയുണ്ടായി. എല്ലാ തർക്കങ്ങളും അവസാനിച്ചു. ഇരു സമുദായങ്ങളും അങ്ങേയറ്റം ജമ്യതയിൽ കഴിഞ്ഞു പോയിരുന്നു. 39 വർഷമായിട്ട് ഒരു തർക്കമില്ല. ക്ഷേത്രോത്സവ കാര്യങ്ങളിൽ വെടിക്കെട്ടിനാണെന്നുണ്ടെങ്കിൽ പടക്കം തെറുക്കുന്നത്, ഡൈന ഉണ്ടാക്കുന്നത്, ഗുണ്ടുണ്ടാക്കുന്നത്, പടക്കം നിരത്തുന്നത്, കതിന കുത്തുന്നത്, ഡൈനയ്ക്ക് തീ കൊടുക്കുന്നത്, അതിലടക്കം എല്ലാ സമുദായ അംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. SNDPയുടെ ആളുകളും പങ്കെടുക്കുന്നുണ്ട്. ആരും അവരെ വിലക്കിയിട്ടില്ല ഇന്നുവരെ, ഈ നിമിഷം വരെ. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കാവടി ഇറങ്ങുമ്പോഴ് നാനാ ജാതി മതസ്ഥരവർ പങ്കെടുക്കുന്നുണ്ട്. ആർക്കും തന്നെ ഒരു തർക്കമുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോ തർക്കം വന്നിരിക്കുന്നു. ഗുരുമണ്ഡപം പണിതിട്ട് 27 വർഷമായി. അതിന്റെ ഉദ്ഘാടന സമയത്തുള്ള കുറ്റികളാണ് ഈ 12 അതിനോട് ചേർന്ന് ചെയിനും. 27 വർഷമായിട്ട് അത് അവിടെ നിന്നിട്ട് ആർക്കൊരു ശല്യം ഉണ്ടായിട്ടില്ല. അതിപ്പോ ആകെ കുഴപ്പമാണെന്ന് പറയുന്നു ഹിന്ദുകലാധരൻ. എന്ത് കുഴപ്പം? ആർക്ക് കുഴപ്പം? അപ്പൊ ഇതിന്റെ അടിവേലൊന്ന് മാന്തണ്ടേ? മാന്തി ചെന്നപ്പോ ചില രേഖകൾ കിട്ടി. വിവരാവകാശ പ്രകാരം ശേഖരിച്ച രേഖകളാണ്. 106 കൊല്ലം പഴക്കമുള്ള ഒരു ആധാരം. ആ ആധാരം എന്താണ് പറയുന്നത്? പരിശോധിക്കേണ്ട വസ്തുതയാണ്. ആ ആധാരം പറയുന്നു, ഞാനതിന്റെ മുഴുവനല്ല, പ്രസക്തമായ ഭാഗങ്ങൾ വായിക്കാം. കരയന്നൂർ വയസ്സ് 1083 1836 നമ്പർ ആധാരം 1083 ആണ്ട് മേടമാസം 15-ാം തീയതി എന്ന് പറഞ്ഞാൽ 1906 മെയ് മാസം 1-ാം തീയതി. മെയ് മാസം 1 എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം അതിന്റെ പ്രത്യേകത അല്ലേ? ചിക്കാഗോ തെരുവീതികളില് ചോരപ്പൊഴുകിയ രക്തസാക്ഷികൾക്ക് വേണ്ടിയുള്ള അനുസ്മരണ ദിനമാണ് മെയ് 1. ആ തീയതിയില് കണയന്നൂർ താലൂക്ക് പൂണിത്തറ വില്ലേജ് പൂണിത്തറ ദേശത്ത് മംഗലപ്പള്ളി കണ്ണമ്മേന്റെ അനന്തരവൻ ഗ്രഹഭരണം 1 കുഞ്ഞികൃഷ്ണമേനോൻ, 2 അനന്തരവൻ സ്വത്തം കൊച്ചുണ്ണി മേനോൻ, 3 എഴുത്തുപണി കിട്ടുണ്ണി മേനോൻ,
4 കാവുമകൾ സ്വന്തം പാവു എന്ന സ്ത്രീ, 5 പാറുമ്മ മകൾ കാവ എന്ന സ്ത്രീ, 6 അനുജത്തി കല്യാണി എന്ന സ്ത്രീ. ഇവർ സ്വന്തം നിലയിലും പ്രായം തികയാത്തൊന്ന് മീനാട്ടി 2 കാത്യായന് 3 നാരായണൻ ഇവർക്ക് വേണ്ടി തള്ള 4-ാം നമ്പറുകാരി പാറു എന്ന സ്ത്രീ രക്ഷകർത്താവ് എന്ന നിലയിലും 4 പാറുക്കുട്ടി 5 നാണു 6 കുഞ്ചി 7 ലക്ഷ്യം ഇവർക്ക് വേണ്ടി തള്ള 5-ാം നമ്പറുകാരി കാവ എന്ന സ്ത്രീ രക്ഷകർത്താവ് നിലയിലും എല്ലാവരും പാണ്ഡോത്ത് ദേവസ്വം അധികാര നിലയിലും കൂടി മരട് പൂണിത്തുറ കുണ്ടന്നൂര് കരയോഗത്തിലേക്ക് വേണ്ടി മരട് വില്ലേജ് മരട് ദേശത്ത് മാങ്കായിൽ ഇത്തിക്കേള പണിക്കരുടെ അനന്തരവൻ ഗ്രഹഭരണം നാരായണ പണിക്കര്, 2 പൂണിപ്രദേശത്ത് പന്തിയിൽ നാരായണമേന്റെ അനന്തരവൻ ഗ്രഹഭരണം കിറ്റുണ്ണി മേനോൻ, 3 കുണ്ടന്നൂർ ദേശത്ത് മേലത്ത് കൃഷ്ണമേന്റെ അനന്തരവൻ ഗ്രഹഭരണം ശംഖുമേനോൻ ഇവർ പേർക്ക് എഴുതി കൊടുത്ത തീറാധാരം. ആധാരത്തിൽ എന്ത് പറയുന്നു? ആധാരം എഴുതാനിടയ സാഹചര്യങ്ങൾ അതിൽ പറയേണ്ടത് ഞാൻ വിശദീകരിക്കുന്നില്ല, വായിക്കുന്നില്ല. ആധാരത്തിൽ പറയുന്നു, കൊട്ടാരത്തിൽ ഭഗവതി ക്ഷേത്രം കരയോഗത്തിലേക്ക് ഒഴിയുന്നതായാൽ മേലാൽ കരയോഗത്തിൽ നിന്നും കാര്യം വേണ്ട വിധം അന്വേഷിച്ച് പ്രവർത്തിക്കാമെന്ന് യോഗക്കാര് പറഞ്ഞതിനെ ഞങ്ങളും സമ്മതിച്ച് താഴെ പട്ടികയിൽ പറയുന്നതും ഉദ്ദേശം 500 രൂപ വിലയുള്ളതുമായ സ്വത്തുക്കളോടുകൂടി കൊട്ടാരത്തിൽ ഭഗവതി ക്ഷേത്രവും അതിന്മേൽ ഞങ്ങൾക്കുള്ള എല്ലാവിധമായ അവകാശവും അധികാരങ്ങളും ഒഴിഞ്ഞ് പട്ടിക വകകളുടെ പാട്ടനിച്ചവാരം മുതലായത് നിങ്ങളിൽ 1-ാം നമ്പറുകാരൻ ലക്ഷം കൊടുത്ത് പിരിച്ചും ഒഴിപ്പിക്കേണ്ടതായി വന്നാൽ ഒഴിപ്പിച്ചും വസ്തുക്കളുടെ ജമ കൊട്ടാരത്തിൽ ഭഗവതൻ തരുതിവേദിൽ പതിപ്പിച്ചും നടത്തിക്കുന്നതിന് ഞങ്ങൾക്ക് നേരാൽ ചോദ്യവും അവകാശവും ഇല്ലാത്ത പ്രകാരം സമ്മതിച്ച ഈ തീറാധാരം എഴുതി തരികയും ചെയ്തു. ആരാർക്കെഴുതി കൊടുത്തു? മംഗലപ്പള്ളി കുടുംബക്കാര് മരട് പൂണിത്ര കുണ്ടന്നൂര് കരയോഗത്തിന് എഴുതി കൊടുത്തു. അപ്പൊ കരയോഗം ആരാണ് കരയോഗം? മാന്തി നമ്മൾ പരിശോധിച്ചു. പരിശോധിച്ചപ്പോ കേരളത്തിലെ സമുദായ സംഘടനകളുടെ ഓരോന്നിന്റെയും പേരെടുത്ത് പരിശോധിച്ചു. SNDP യോഗം, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, കുടുംബി സേവാ സംഘം, ബ്രാഹ്മണ സമൂഹം, ധീവര സഭ. കരയോഗം എന്ന പേര് യോജിക്കുന്നത് ഒരേ ഒരു സംഘടനയ്ക്കാണ്, അത് NSSനാണ്. വേറെ ഒരു സംഘടനയുടെ നേരെ കരയോഗം എന്ന് ചേർത്തല്ല. അപ്പൊ അത് ഇതിൽ പറയുന്ന കരയോഗം NSSന്റെ അതാണ്. NSS കരയോഗമാണ്. NSS എന്ന ഒരു സാമൂഹ്യ സംഘടന രൂപീകരിച്ചത് 99 വർഷം മുമ്പാണ്. അതിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച തുടക്കം കുറിച്ചുള്ള 1 വർഷം നീളുന്ന രസശരീരനായ സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭൻ NSS രൂപീകരിക്കുമ്പോൾ ഇതുപോലെ കേരളത്തിലെ വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ ചിതറിക്കിടന്ന കരയോഗങ്ങളെ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ടാണ് NSS രൂപീകരിച്ചത്. അപ്പോ 6-7 വർഷം കഴിഞ്ഞ് രൂപീകരിച്ച NSSൽ ലയിച്ചു ചേർന്നിട്ടുള്ളതാണ് ഈ കരയോഗം എന്ന് സ്വാഭാവികമായ ഒരു നിഗമനത്തിൽ ഞങ്ങളെത്തി. അപ്പോ ഈ കൊട്ടാരം ഭഗവതി ദേവസ്വത്തിന്റെ യഥാർത്ഥ അവകാശികൾ NSS കരയോഗമാണെന്ന് ഞങ്ങൾ നിഗമനത്തിലെത്തി. ഞങ്ങൾ അവരുമായിട്ട് സംവദിച്ചു. നിങ്ങൾക്ക് അധികാരപ്പെട്ട ഭൂമിയല്ലേ, നിങ്ങളിപ്പോ അവിടെ എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം വളരെ പരിതാപകരമാണ് കേട്ടോ. നിങ്ങൾ ആരും കരുതുന്ന പോലെ ഒന്നുമല്ല. വലിയ കഷ്ടമാണ് അവരുടെ കാര്യം. കുടികിടപ്പുകാരൊക്കെ കഷ്ടമാണ്. കുടികിടപ്പുകാർക്ക് 5 പെരത്തേങ്ങെങ്കിലും കിട്ടും, ചൂട്ടുമടലും പെറുക്കിയെടുക്കാം. ആ അവകാശം പോലുമില്ല NSSന്. ചവിട്ടും തൊഴിയും കൊണ്ട് കിടക്കുകയാണ്. ശരിയാണോ? അവകാശികൾ, സ്വത്തിന്റെ അവകാശികൾ, ക്ഷേത്രത്തിന്റെ അധികാരികൾ അവരവിടെ ചവിട്ടും തൊഴിയും കൊള്ളുന്ന 52 വീട്ടുകാര് സ്വകാര്യ സ്വത്തായിട്ട് വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി എന്നുള്ള പരിശോധന നടത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത്
കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് കിട്ടുന്നത്. NSSന്റെ കയ്യിലാണെങ്കിൽ അവിടെ താലൂക്ക് യൂണിയൻ ഉണ്ട്, അവിടെ ഓഡിറ്റ് നടക്കും. പെരുന്നേല് സുകുമാരൻ നായരുണ്ട്, കുത്തിന് പിടിച്ച് കണക്ക് ചോദിക്കും, കണക്ക് പറയേണ്ടി വരും. ഇതാരോടും കണക്ക് പറയണ്ട. അതുകൊണ്ടല്ലേ 2008 വെടിക്കെട്ടില് ശ്രീകുമാർ പറഞ്ഞ പോലെ 25 ലക്ഷം രൂപ ചെലവാക്കാൻ കഴിഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ്? പരിക്കേറ്റവരെ ചികിത്സിക്കാൻ, മരിച്ചുപോയവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ. കേസിപ്പഴും തീർന്നിട്ടില്ല, ഓരോന്ന് തേരാപ്പാര കോടതി വരാണ്ട് കയറി ഇറങ്ങി നടക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ആരോടും കണക്ക് പറയണ്ട. അങ്ങനെ NSSന്റെ സ്വത്ത് NSSന്റെ സ്വത്ത് അങ്ങനെ കൈകാര്യം നമുക്കാർക്കും വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കൊട്ടാരം ഭഗവതിയുടെ സ്വത്ത്, കൊട്ടാരം ഭഗവതി ദേശത്തിന്റെ ഭഗവതിയാണ്. കൊട്ടാരം ഭഗവതിയുടെ താലപ്പൊലി എന്ന് പറയുന്നത് ഈ നാടിന്റെ മഹോത്സവമാണ്. അവിടുത്തെ വെടിക്കെട്ട് ആപാലവൃദ്ധം ജനങ്ങള് ജാതി മതഭേദമെന്ന് നയനാനന്ദരമായി കണ്ട് ആനന്ദിക്കേണ്ട ഒന്നാണ്. അത് മനുഷ്യരെ ഭീഷണിപ്പെടുത്തേണ്ടതല്ല, ജീവനും സ്വത്തയും അപായം വരുത്തേണ്ടതല്ല. അപായരഹിതമായിട്ട് എങ്ങനെ വെടിക്കെട്ട് നടത്താൻ കഴിയുന്നത് ആധുനിക യുഗത്തിൽ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 3-4 മാസം ഏതാനും പേരുടെ ഉദരഭോജനത്തിനും മദ്യപാനാസക്തികൾ കറഞ്ഞു വരുത്തുന്നതിനും വേണ്ടി ഈ മഹത്തായ ആഘോഷത്തെ ഈ രീതിയിൽ വിഗ്രഹവൽക്കരിക്കുമ്പോൾ ദുഃഖം തോന്നുന്നുണ്ട്. തുറന്നു പറയാതിരിക്കാൻ നിർവാഹമില്ല. ആധാരത്തിന്റെ ബാക്കി ഭാഗം പരിശോധിക്കാം. എഴുതി തരികയും ചെയ്തു. ഇതിൽ 1-ാം നമ്പർ വസ്തുവിന്മേൽ ചിറ്റയിൽ ബംഗറവിന് രജിസ്റ്റർ ആധാരമൂലം 200 പുത്തനും, 2-ാം നമ്പർ വസ്തുവിന്മേൽ മണമേൽ നാരായണൻ മുതൽ പേർക്ക് 1650 പുത്തനും, 4-ാം നമ്പർ വസ്തുവിന്മേൽ മൂത്തേടത്ത് ചീക്കുവിന് 200 പുത്തനും കൂടി 2050 പുത്തൻ, അതായത് 1060 രൂപ 12 അണ താണം പുറം വായ്പ ഉള്ളതാണ്. അപ്പോ പട്ടിക വസ്തുവിലെ 1, 2, 4 വസ്തുക്കൾക്ക് ഇത് കരയോഗത്തിലേക്ക് തീർന്നു കൊടുക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്. അതിൽ 2-ാം നമ്പർ വസ്തുവാണ് ഈ വസ്തു. ഈ 39 സെന്റ് 2-ാം നമ്പർ വസ്തു. 2-ാം നമ്പർ വസ്തു ഞാൻ വായിക്കാം. കൊട്ടാരത്തിൽ വടക്കേ അന്നപ്പറമ്പ്, സർവേ നമ്പർ 837-3. അതാണ് നമ്മുടെ ഭൂമി. SNDPയുടെ ഭൂമി അതാണ്. അപ്പോ 1, 2, 4 വസ്തുക്കൾക്ക് കാണുന്നുണ്ട്. കാണമില്ലാത്ത 2 വസ്തുക്കളുണ്ട്. അത് 3, 5 അതേതാണ്? 3-ാം നമ്പർ വസ്തു നിങ്ങളൊന്ന് കേൾക്കണം. വടക്കേ മടത്തിപ്പറമ്പ്, സർവേ നമ്പർ 662. ഞങ്ങൾ കുഴിമാന്തി തെരഞ്ഞു നോക്കി, വിവരാവകാശം വെച്ച് രേഖകൾ പരിശോധിച്ചു. 10 രൂപ കോട്ടറി സ്റ്റാമ്പ് പൊട്ടിച്ച് അപേക്ഷ വെച്ചാൽ 30 ദിവസത്തിനകം തന്നേ പറ്റുള്ളൂ. കാലം മാറി, നിയമം മാറി. ആ അവകാശം ഉപയോഗപ്പെടുത്തിയപ്പോ രേഖകൾ ഓരോന്ന് പുറത്തേക്ക് വന്നു. 662 എന്ന് പറഞ്ഞ സർവേ നമ്പർ എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഈ മുത്തൂറ്റിരിക്കുന്ന സ്ഥലമാണ്. ഈ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഇരിക്കുന്ന സ്ഥലമാണ്. മരട് സെന്ററിലെ കണ്ണായ ഭൂമി അതാണ്. അത് ഇന്ന് ഭഗവതി ദേവസ്വത്തിന്റെ പേരിലുണ്ടോ? കരയോഗത്തിന്റെ പേരിലുണ്ടോ? NSSന്റെ പേരിലുണ്ടോ? എവിടെ പോയി ഇത്? ആര് വിറ്റു? ആർക്ക് വിറ്റു? എങ്ങനെ വിറ്റു? എന്ത് വിലയ്ക്ക് വിറ്റു? വീണ്ടും മാന്തി തെരഞ്ഞു മാന്തി നോക്കിയപ്പോ അത് കാണം സെറ്റിൽമെന്റ് നടത്തി. ഈ ആധാരത്തിൽ അതിന് കാണമില്ല. കാണമില്ലാത്ത 2 വസ്തുക്കളിലൊന്നാണത്. കാണമില്ലാത്ത വസ്തുവിന് കാണം സെറ്റിൽമെന്റ് നടത്തുമ്പോ സർക്കാരിന് ഒത്തിരി നഷ്ടമുണ്ട്. 6% സ്റ്റാമ്പ് ഡ്യൂട്ടി വേണം, 2% റേസ് ഫീസ് വേണം, 8% സർക്കാരിന് വെട്ടിച്ചു. അല്ലാതെയും സർക്കാരിന് നഷ്ടമുണ്ട്. ഭഗവതിക്ക് ആ ഭൂമി നഷ്ടപ്പെട്ടേ പോയി. കരയോഗത്തിന് അവകാശപ്പെട്ടതല്ലേ? ഭഗവതിയുടെ ഭൂമിയല്ലേ? ആരാണ് നഷ്ടപ്പെടുത്തിയത്? തീർന്നില്ല. 5-ാമത്തെ പട്ടിക, സർവേ നമ്പർ 1009.
വെറും പാട്ട വഴിയിൽ തുരുത്തിയിൽ കൊച്ചുണ്ണിപ്പണിക്കരുടെ കയ്യെത്തിയപ്പ് ഈഴപ്പാടി ചെറുപാടത്തെ നിലം സെന്റ് 21. മകളുടെ നിലത്തിന് പോലും ഇപ്പൊ ലക്ഷങ്ങളുള്ള വില. 4-5 ലക്ഷം കൊടുക്കാതെ നിലം പോലും കിട്ടില്ല. 21 സെന്റ് നിലം. അപ്പൊ 1 കോടി രൂപയിൽ കുറയാത്തത്. അതിപ്പോ എവിടെ, ആരുടെ കയ്യിൽ ആവൂ? അപ്പൊ ഞങ്ങൾ പരിശോധിച്ചു. ഈ ആധാരം 106 കൊല്ലമായിട്ട് സ്മൃതിയിൽ കിടന്നിരുന്ന, ആർക്കും കണ്ടെടുക്കാൻ കഴിയാതിരുന്ന ആധാരം എങ്ങനെ പുറത്തു വന്നു? പുറത്തു വന്നത് 3.5 വർഷം മുമ്പാണ്. കൃത്യമായി പറഞ്ഞാൽ 2010 ആണ്ട് ജൂൺ മാസം 7-ാം തീയതി രാജേന്ദ്രൻ എന്ന ഒരാള് അപേക്ഷ വെച്ച് തൃപ്പൂണിത്തുറ സബ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് രജിസ്റ്റേർഡ് പകർപ്പെടുത്തതാണ്. അല്പം ഒരു പകർപ്പോടുകൂടി നിൽക്കണം. ഭൂമാഫിയ എന്ന് കേട്ടില്ലേ? ഭൂമാഫിയ. സലിം രാജ് കുംഭകോണ കേസ് നമുക്കറിയാം. കടകംപള്ളി വില്ലേജിലും ഇവിടെ കളമശ്ശേരിയിലൊക്കെ സ്വകാര്യ ഭൂമിയാണ്. കോടികളുടെ ഇത് തട്ടിയെടുത്തു. അപ്പൊ അതിന് കേസൊക്കെ ഉണ്ട്. വില്ലേജ് ജീവനക്കാർക്കെതിരെ നടപടിയുണ്ട്. തഹസിൽദാരെയൊക്കെ സസ്പെൻഡ് ചെയ്തു. അതില് ഹൈക്കോടതി ലാൻഡ് റവന്യൂ കമ്മീഷൻ, റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ടി.ഒ. സൂരജ് എന്റെ സുഹൃത്താണ്. ഞാനും അദ്ദേഹം വനം വകുപ്പിൽ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് വർഷങ്ങൾ. എന്റെ ജൂനിയറായിട്ട് സർവീസിൽ പ്രവേശിച്ച ആളാണ്. അദ്ദേഹം IAS കിട്ടി സബ് കളക്ടറായിട്ട് പോയി ഇപ്പോ ലാൻഡ് റവന്യൂ കമ്മീഷണർ. അദ്ദേഹം ഹൈക്കോടതിയിൽ പരാമർശിച്ചൊരു ഇതുണ്ട്, ഒരു വില്ലേജ് ഓഫീസറും ഒരു തഹസിൽദാരും വിചാരിച്ചാൽ റവന്യൂ രേഖകളിൽ പല കൃത്രിമങ്ങളും നടത്താം. മേലെ ഇരിക്കുന്ന ഞാൻ ഇതറിഞ്ഞോളണമെന്നില്ല. ഞാൻ നിരപരാധിയാണ് എന്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്നാണ് ടി.ഒ. സൂരജ് പറഞ്ഞ ലാൻഡ് റവന്യൂ കമ്മീഷണർ. ഇതാണ് അവസ്ഥ. ഒരു വില്ലേജ് ഓഫീസറും ഒരു തഹസിൽദാരും വിചാരിച്ചാൽ റവന്യൂ രേഖകളിൽ എന്ത് കൃത്രിമവും നടത്താം. ആരുടെ ഭൂമിയും ആരുടേതായിട്ട് മാറ്റാം. ആരും ചോദിക്കാനില്ല എങ്കിൽ ഇവിടെ ആരാ ചോദിക്കാനുള്ളത്? ചോദിക്കാനുള്ള കരയോഗമാണ്. കരയോഗം ആരാണ്? NSS ആണ്. പക്ഷെ NSSന് അറിയില്ല കരയോഗത്തിന്റെ പേരിലാണ് തീർന്നത്. 3.5 കൊല്ലം മുമ്പ് ഈ ആധാരം കിട്ടിയെങ്കിൽ അത് വെളിച്ചം കണ്ടില്ല, ആരും കണ്ടിട്ടില്ല. ഇന്ദുകലാധരനല്ലാതെ ഒരു മനുഷ്യനും ഈ ആധാരം കണ്ടിട്ടില്ല. അത് പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു. പിന്നെ RDO കോടതിയിൽ കൊണ്ട് ഹാജരാക്കി. മണ്ടത്തരം പറ്റിപ്പോയതാ. ഇത് ഇങ്ങനെ ഒരു പിശാചിന്റെ പുറകെ ചെല്ലുമെന്ന് ഇന്ദുകലാധരനും വിചാരിച്ചിട്ടുണ്ടാവില്ല. അവിടെ കൊണ്ട് തെളിവിനായിട്ട് ഹാജരാക്കി. ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, കാണഭൂമി. അതിന് തെളിവിനായിട്ട് അവിടെ കൊണ്ട് ഹാജരാക്കി. അവിടെ കൊണ്ട് ഹാജരാക്കിയിട്ട് അവരൊരു കേസ് കൊടുത്താൽ സാധാരണ ഒരു കോടതി കേസ് കൊടുത്ത് കഴിഞ്ഞാൽ നോട്ടീസ് വരും, സമൻസ് വരും, അല്ലേ? ഇല്ലെങ്കിൽ വാറണ്ട് വരും അവസാനം. ഇത് നോട്ടീസും ഇല്ല, സമൻസും ഇല്ല, വാറണ്ടും ഇല്ല, ഒന്നുമില്ല. താലൂക്ക് ഓഫീസിൽ പോയിരുന്നു എന്തായി ഞങ്ങളുടെ കാര്യം ഒന്ന് അന്വേഷിക്കാനായിട്ട്. പത്മനാഭൻ, വലിയപറമ്പിൽ പത്മനാഭൻ താലൂക്ക് ഓഫീസിൽ ചെന്നപ്പോൾ തഹസിൽദാർ തലേ കൈവച്ചുണ്ട് കൃഷ്ണകുമാരി, എന്റെ പൊന്നു പ്രിയപ്പെട്ട പപ്പൻ ചേട്ടാ, നിങ്ങളുടെ ഭൂമി പോക്കുവരവ് ചെയ്തു വന്നതിന് എനിക്കിപ്പോ കിടക്കപ്രതിയില്ല. ഞാനെന്താണ്ട് വലിയ മാടാകൂടി കൈക്കൂലി മേടിച്ചുകൊണ്ട് എനിക്കെതിരെയും നിങ്ങൾക്കെതിരെയും അവര് RDO കോടതിയിൽ പരാതിപ്പെട്ടിരിക്കുകയാണ്. ഓഹോ, അങ്ങനെ ഒരു കാര്യമുണ്ടോ? അപ്പൊ താലൂക്കിൽ ഒരു പരാതി കിടക്കാനുണ്ട്. അതേതാണ്ട് ചത്തതിനൊക്കെ ജീവിക്കും. നമ്മുടെ തെളിവൊക്കെ അവിടെ കൊടുത്തതാണ്. അതുകൊണ്ട് തീർന്നെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ RDO കോടതിയിൽ. അപ്പോ കൃഷ്ണകുമാരി പറയുന്നു അവിടെ മാത്രമല്ല കളക്ടറേറ്റിലും കൊടുക്കുന്നുണ്ട്, അത് ഇനിയും വരാനിരിക്കുന്നുണ്ട്. അപ്പോ അഡീഷണൽ തഹസിൽദാർ കൃഷ്ണകുമാരി പറഞ്ഞു, നിങ്ങൾ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് RDO കോടതിയിൽ അതിന്റെ ഹിയറിംഗ് ആണ്, നിങ്ങൾ പോകണം. പപ്പൻ ചോദിച്ചു, ഞങ്ങൾക്ക് നോട്ടീസൊന്നുമില്ല. നോട്ടീസ് ഇല്ലെങ്കിലും നിങ്ങൾ പോകണം, അല്ലെങ്കിൽ എക്സ്പാർട്ടി വിധിയായി പോകും. എക്സ്പാർട്ടി വിധി കൊണ്ടുപോകും, നിങ്ങൾ പോകാതിരിക്കരുത് കേട്ടാ. അങ്ങനെ ഞങ്ങൾ പോയി. ഞങ്ങൾ അവിടെ ചെന്ന് വാദിക്കെ പോയി നിന്നു. വാദിക്കെ പോയി നിന്നപ്പോ അവസാന നിമിഷം ഇവർ കണ്ടത്, ഞങ്ങൾ അതിനു മുമ്പ് കാണേണ്ടവരെ കണ്ടിട്ട് ഞങ്ങൾക്ക് നോട്ടീസ് കിട്ടിയില്ല. ഞങ്ങളിതില് അത് കുഴപ്പമില്ല, നോട്ടീസ് സാരമില്ല. സെക്ഷൻ ക്ലാസ് പറഞ്ഞ് നോട്ടീസൊക്കെ അയച്ചതാണ്, കിട്ടിയിട്ടില്ല, തർക്കമായി. ഡെസ്പാച്ച് സെക്ഷനിൽ പോയപ്പോ അത് ഒരു കടലാസ് ചുരുളിന്റെ ഉള്ളില് ഞങ്ങൾക്കുള്ള നോട്ടീസ് മാത്രം. വില്ലേജ് ഓഫീസിലേക്ക് നോട്ടീസ് പോയി, തഹസിൽദാർക്ക് പോയി, ബാക്കിയുള്ള എല്ലാവർക്കും നോട്ടീസ് പോയി. SNDCക്കുള്ള നോട്ടീസ് മാത്രം വാഗുക. അതൊരു കടലാസ് ചുരുളിന്റെ ഉള്ളിൽ പെട്ടുപോയി, അബദ്ധത്തിൽ പെട്ടുപോയതായിരിക്കും. പോട്ടെ, പോയിക്കോട്ടെ. അപ്പൊ ഞങ്ങളവിടെ നിന്നു.
ശിവായി ഒന്ന് പേര് വിളിച്ചു. സിനിമ ടാക്കീസിൽ ടിക്കറ്റ് എടുത്ത ആളിനകത്ത് കയറ്റുന്ന പോലെ ഓരോരുത്തരെ പേര് വിളിച്ചു കയറ്റി. ഞങ്ങൾ വെളിയിൽ നിൽക്കാം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിതിലെ എതിർകക്ഷികളാണ്, ഞാനുണ്ട്, പപ്പനുണ്ട്, ശ്രീകുമാറുണ്ട്, ഞങ്ങളിതിലെ എതിർകക്ഷികളാണ്. അപ്പൊ ശ്രീമാൻ എന്തെങ്കിലും പറഞ്ഞു, ഞങ്ങൾ ഇവർക്കെതിരെ കേസൊന്നും കൊടുത്തിട്ടില്ല, ഞങ്ങൾ തഹസിൽദാർക്കെതിരെ അയാൾ കാണിച്ച തോന്നിവാസം തഹസിൽദാർക്കെതിരെ കേസ് കൊടുത്താൽ ഇവർക്കെതിരെ ഒരു കേസുമില്ല, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, ഇവർക്കകത്ത് കയറേണ്ട കാര്യമൊന്നുമില്ല. ഓ, നമ്മളവിടെ തന്നെ നിന്നു. പക്ഷെ ആദ്യോ അതിനെ അല്ല, അത് ആദ്യം ആവില്ലല്ലോ. IAS കാര്യ 10-26 വയസ്സായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ യുവതിയാണ്, മിടുമിടുക്കി. മനസ്സിൽ കാണുമ്പോ മരത്തെ കാണുന്ന അത്രയും ബുദ്ധിശാലിയാണ്. അവർ ഞങ്ങളെ വിളിച്ചപ്പോഴും ഈ ശിവായി തടുത്തു. അപ്പൊ ക്ലാർക്കോ എന്ന് പറഞ്ഞ് സാറ് വിളിച്ചിട്ടാണ്, മാഡം വിളിച്ചിട്ടാണ് അവർ പോയിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ ഇരുന്നപ്പോ അപ്പോഴും മാഡം ഇവര് നോട്ടീസ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ് എന്റെ ഓഫീസിന് വെച്ചൊരു വീഴ്ചയാണ്, അപ്പൊ അവരവിടെ ഇരുന്നത്. ഇങ്ങനെ ഏതെല്ലാം രംഗത്ത് ചുളുവഴിയിലൂടെ എക്സ്പാർട്ട് വിധി ഉണ്ടാക്കിയെടുക്കാൻ, അധികാരികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഉത്തരവുകൾ നേടിയെടുക്കാൻ. ഈ തെറ്റിദ്ധരിപ്പിക്കൽ ഇന്ന് തുടങ്ങിയതൊന്നുമല്ല. ഇവിടെ കല്ലിട്ടപ്പോൾ മഹാരാജ ഇവിടെ ഉണ്ടായിരുന്നു. മഹാരാജയുടെ മധ്യസ്ഥതയിലാണ് പ്രശ്നങ്ങൾ താൽക്കാലികമായി ശമിച്ചത്. പോലീസിന്റെ നിലപാട് എന്തായിരുന്നു? സാമുദായിക കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന SNDP-ക്കാരാണ്. സമുദായ സൗഹാർദ്ദം പുലരുന്ന ഈ നാട്ടിലെ കലാപം ഉണ്ടാക്കാൻ SNDP-ക്കാർ ശ്രമിക്കുന്നു. ഇതാണ് പോലീസിന് കിട്ടിയ പിക്ചർ. അത് എവിടെ നിന്ന് കിട്ടി? ഇന്ദു കലാധരൻ എന്ന് പറഞ്ഞൊരു വ്യക്തി വെറുതെ അങ്ങോട്ട് പറഞ്ഞ പോലീസുകാര് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കുമോ? അങ്ങനെ വിശ്വസിക്കുന്ന നമ്മുടെ പോലീസൊക്കെ വളരെ കഴിവുള്ളവരാ. അപ്പൊ അവരുടെ മേലെ അതിശക്തമായ സമ്മർദ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ടാവണം, അല്ലെങ്കിൽ അവരങ്ങനെ കരുതാനും ഞങ്ങളെ 3 പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനും. വനിതകളടക്കം 200 പേര് കണ്ടാലറിയാവുന്ന ഒരു പ്രതികളാ. ആ ചേച്ചിയൊന്നും അങ്ങനെ ആശ്വസിച്ചിൽപ്പെട്ട എന്ന് വേണമെങ്കിലും വാറണ്ട് വരാം. ആ കേസ് ഇന്ന് ഇപ്പോഴും അവസാനിച്ചിട്ടൊന്നുമില്ല. ആ കേസ് നിലവിലുണ്ട്. കേസ് അവസാനിപ്പിച്ചായിട്ട് യാതൊരു വിവരമില്ല നമുക്ക്. ഇങ്ങനെ കള്ളക്കേസ് കൊടുക്കുന്നു പോലീസിന്. ഗുരുമണ്ഡപത്തിന്റെ സംരക്ഷണ ചെയിൻ പറിക്കാനായിട്ട് കേസ് കൊടുക്കുന്നു. പോക്കുവരവ് റദ്ദാക്കാൻ കേസ് കൊടുക്കുന്നു. സമുദായ സൗഹാർദ്ദം ഊട്ടി വളർത്താൻ വേണ്ടിയിട്ട് ഇന്ദു കലാധരൻ കഷ്ടപ്പെടുകയാണ്. ഒരു സമൂഹത്തിന് അധികാരപ്പെട്ട, അവകാശപ്പെട്ട, കാലങ്ങളായി അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അവര് ചോരനീരാക്കി വിയർപ്പിന്റെ ഫലമായിട്ട് സമ്പാദിച്ചത് പിടിച്ചു പറിക്കാൻ ശ്രമിക്കുമ്പോഴാണോ ഇവിടെ സമുദായ സൗഹാർദ്ദം പുലരുന്നത്? മറിച്ച് അതിനെതിരെ പ്രതികരിക്കുമ്പോഴാണോ? ഭരണാധികാരികൾ ശ്രദ്ധിക്കണം, മറുപടി പറയണം. പോലീസായാലും ശരി, മന്ത്രിയായാലും ശരി, MLA ആയാലും ശരി, രാഷ്ട്രീയ നേതാക്കളായാലും ശരി, നിഷ്പക്ഷതയായിട്ടിരിക്കാൻ കഴിയില്ല. രാഷ്ട്രീയക്കാർക്ക്, സാമൂഹ്യ സംഘടനകൾക്ക് നിഷ്പക്ഷത ഒരു കാപട്യമാണ്. ആട്ടിൻകുട്ടിയും ചെന്നായും തമ്മിലുള്ള തർക്കത്തിൽ എന്താണ് തർക്കം? ഒഴുക്കിന് കീഴെ നിന്ന് വെള്ളം കുടിക്കുന്ന ആട്ടിൻകുട്ടി മേലെ വെള്ളം കുടിക്കാൻ വന്ന ചെന്നായയുടെ വെള്ളം കലക്കി. അപ്പൊ ആട്ടിൻകുട്ടി പറഞ്ഞു, ഞാൻ എങ്ങനെ കലക്കും? വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ ഒഴുകുന്നത്, ഞാൻ എങ്ങനെ കലക്കും? നീ അല്ലെങ്കിൽ നിന്റെ അച്ഛൻ കലക്കിയിട്ടുണ്ടാവും. ആക്രമിക്കാൻ, അവന്റെ മേൽ ചാടി വീഴാൻ, അവനെ ഹിംസിക്കാൻ, കൊല്ലാൻ ന്യായം കണ്ടെത്തുന്നു. അത്തരമൊരു തർക്കം നടക്കുമ്പോൾ ഞാൻ നിഷ്പക്ഷനാണ് എന്ന് പറയുന്നവൻ ആരാണ്? സത്യത്തിൽ അവൻ ആരുടെ പക്ഷത്ത് നിൽക്കുന്നു? ആട്ടിൻകുട്ടിയും ചെന്നായും തമ്മിലുള്ള തർക്കത്തിൽ നിഷ്പക്ഷതയുടെ കപട മുഖം മൂടി അണിയുന്നവൻ ചെന്നായുടെ പക്ഷത്താണ്. അവൻ സത്യത്തിന്റെ പക്ഷത്തില്ല, അവൻ അധർമ്മത്തിന്റെ പക്ഷത്താണ്. മഹാഭാരത യുദ്ധത്തിലെ നിഷ്പക്ഷനായ ഒരു കഥാപാത്രമുണ്ട്, ബലരാമൻ. ഭീമന്റെയും ദുര്യോധനന്റെയും ഗദായുദ്ധത്തിലെ ഗുരുവാണ്. രണ്ടുപേരുടെയും ഗുരുവായതുകൊണ്ട് ഞാൻ യുദ്ധത്തിൽ ഒരു പക്ഷവും പിടിക്കുന്നില്ല, ഞാൻ മാറി നിൽക്കുന്നു. അദ്ദേഹം യാത്ര പുറപ്പെട്ട് പോയി കളഞ്ഞു.
പിന്നെ എപ്പോഴാണ് വരുന്നത്? ഭീമന്റെ ഗദാപ്രഹരം തുടയിലേറ്റ് ദുര്യോധനൻ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇവിടെ അധർമ്മം നടന്നിരിക്കുന്നു. എന്താണ് അധർമ്മം? ഗദായുദ്ധത്തിൽ അരയ്ക്ക് മേലെ അടിക്കാൻ പാടില്ല, അരയ്ക്ക് മേലോട്ടേ പാടുള്ളൂ സാധനം. ഇവിടെ അധർമ്മം നടക്കുന്നത്, തുടയിലടിച്ചിരിക്കുന്നു. എന്റെ ശിഷ്യൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല മറ്റൊരു ശിഷ്യനെതിരെ. അതുകൊണ്ട് ഞാൻ എന്റെ നിഷ്പക്ഷത മാറ്റിവെക്കുന്നു, ഞാൻ പക്ഷം പിടിക്കുന്നു. എന്റെ ആയുധമായ കലപ്പയും എടുത്തുകൊണ്ട്, വളരെ ശക്തിമാനാണ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ കലപ്പ കൊണ്ട് ഭൂമിയെ 2 വട്ടം ഇളക്കി പറിക്കാൻ കഴിയും. അങ്ങനെ ചാടി വീണു. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല കൃഷ്ണ, നീ ഇതുവരെ നിഷ്പക്ഷനായിരുന്നല്ലോ, എന്താ കൃഷ്ണ നീ ഇപ്പൊ പക്ഷം പിടിക്കുന്നേ? അതിവിടെ അധർമ്മം നടന്നാ പിന്നെ എനിക്ക് പക്ഷം പിടിക്കാതിരിക്കാൻ പറ്റുമോ? അയ്യോടാ, ഭീമേനെ ഗംഗയിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചപ്പോ, അവിടെ ധർമ്മച്യുതി നടന്നപ്പോ നീ ഒന്നും മിണ്ടിയില്ലല്ലോ. അരക്കില്ലത്തിന് തീ കൊടുത്തപ്പോ പഞ്ചപാണ്ഡവരെയും അമ്മയെയും കുന്തിദേവിയെയും പാഞ്ചാലിയെയും അഗ്നിക്കിരയാക്കി കൊല്ലാൻ ശ്രമിച്ചപ്പോ നീ ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. ഭീമന് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചപ്പോ നീ ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോ നീ ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. ഒരു വീടല്ല, സൂചിക്ക് കുത്താനിടയുള്ള സ്ഥലം പോലും കൊടുക്കില്ല. അവകാശപ്പെട്ട പകുതി രാജ്യത്തിന് പകരം ഒരു വീട് ചോദിച്ചപ്പോ അത് കൊടുക്കാതിരുന്നപ്പോ നീ ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. അന്നെല്ലാം നീ നിഷ്പക്ഷത നടിച്ചത്. ദുര്യോധനൻ അധർമ്മം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അത് വിജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എന്നും ദുര്യോധന പക്ഷത്തായിരുന്നു, നീ ഒരിക്കലും നിഷ്പക്ഷനായിരുന്നില്ല. ഭരണാധികാരികൾക്ക് നിഷ്പക്ഷതയുടെ കപട മുഖം മൂടി അണിയാൻ കഴിയുമോ? ക്രമസമാധാന പാലന ചുമതലയുള്ള പോലീസ് ഈ പൊതുയോഗത്തിന് മൈക്ക് നിഷേധിച്ചതാണ്. ഇവിടെ ക്രമസമാധാന ഭംഗമുണ്ടാകുമെന്നാണ് അവരെ ആരോ പറഞ്ഞ് പിടിപ്പിച്ചത്. പൊതുയോഗം തുടങ്ങുന്നതിന് 1 മിനിറ്റ് മുമ്പ് വരെ ആ ഭീഷണി ഇവിടെ ഉയർന്നു വരികയുണ്ടായി. എന്ത് ഭംഗമാണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ സമുദായ സൗഹാർദ്ദം പുലരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ യോഗം ചേർന്നിട്ടുള്ളത്. മരടിലെ ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്ന ശിഥിലീകരണ ശക്തികളെ തിരിച്ചറിഞ്ഞ് അവരെ സമൂഹ മധ്യത്തിൽ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അത് തിരിച്ചറിയാം, അതിനു വേണ്ടിയിട്ടാണ്. അത് മാത്രമാണ് ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി ചിത്രീകരിച്ച് തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്ന നരാധവന്മാരാണത്. അവരെ സമൂഹ മധ്യത്തിൽ തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാധാരം ഒരു പച്ച മലയാളത്തിൽ എഴുതിയിട്ടുള്ള ആധാരം, പഴയ ഭാഷയാണെന്ന് മാത്രമേ ഉള്ളൂ. 100 കോപ്പി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വേണ്ടവർക്കൊക്കെ തരാം, കാശ് തരണം. ഫോട്ടോസ്റ്റാറ്റ് കാശ് മാത്രം നന്നായി, കൂടുതലൊന്നും വേണ്ട. 100 കോപ്പി ഉണ്ടാവും, കൂടുതൽ വേണമെങ്കിൽ പറഞ്ഞാൽ പിന്നെയും തരാം. അല്ല, കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. ഇതങ്ങനെ പൊഴിച്ചു വെക്കേണ്ടതല്ല. ഇത് ഒരു ഭൂമി കുംഭകോണം നടന്നിരിക്കുന്നു. കൊട്ടാരം ഭഗവതിയുടെ ഭൂമി, 2 നമ്പർ ഭൂമി കാണാനില്ല. ഒന്ന് അനധികൃതമായി കാണാൻ സെറ്റിൽ ചെയ്ത് തീരാധാരമായിട്ട് ആർക്കോ വിറ്റുപോയിരിക്കുന്നു. മറ്റൊന്നിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നു. ഇതിന്റെ യഥാർത്ഥ അവകാശികള് ഇരുട്ടിത്തപ്പുകയാണ് NSS. ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണോ? കരയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന NSS ആണ്. പക്ഷേ ആ DNA പരിശോധന അവർ നടത്തട്ടെ. ഞങ്ങൾ കരയോഗമാണോ അല്ലയോ? അങ്ങനെയാണല്ലോ ഇപ്പോ. ആ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു തർക്കം ഉണ്ടായി. അപ്പോ ഭർത്താവ് പറയും, അയ്യോ അത് എന്റെ കുട്ടി, അയ്യോ സംശയം. അപ്പൊ കോടതി പറയും, എന്നാ പിന്നെ ശരി, നമുക്ക് DNA പരിശോധന. DNA അത് കൃത്യമായിട്ട് അറിയാം നമുക്ക്, ആണോ അല്ലേ, പിന്നെ വേറെ അത് കാര്യം. അങ്ങനെ DNA പരിശോധന നടത്തട്ടെ, കണ്ടെത്തട്ടെ. കണ്ടെത്തിയിട്ട് ഫലം എതിരാണെങ്കിൽ പിന്നെ കരയോഗമാരാണ്? കരയോഗമാരാണ് മരട് പൂണിത്തറ കുണ്ടന്നൂർ കരയോഗമാരാണ്. അത് ഇവിടുത്തെ മറ്റ് ഹിന്ദുക്കളാണ്. അതിൽ നായർ വരും, ഈഴവൻ വരും, പുലയൻ വരും, പറയൻ വരും, ഉള്ളാടൻ വരും, കുടുംബി വരും, ഗൗഡ സാരസ്വത ബ്രാഹ്മണർ വരും, തുളു ബ്രാഹ്മിൻസ് വരും, തമിഴ് ബ്രാഹ്മിൻസ് വരും, ഇല്ലേ, കർണാടക ബ്രാഹ്മിൻസ്, എല്ലാവരും വരില്ലേ? അപ്പൊ എല്ലാവർക്കും കൂടി വേണ്ടി മംഗലപ്പള്ളി തറവാട്ടുകാർ എഴുതി വെച്ചത് ഈ 52 കുടുംബക്കാർ കൈവശം വെച്ചുകൊണ്ടിരിക്കണം. അത് അടുത്ത ചോദ്യമാണ്. ഇപ്പൊ ഞങ്ങൾ ആ ചോദ്യം ഉന്നയിക്കുന്നില്ല.
പക്ഷേ ഉന്നയിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമുണ്ടായാൽ അത് തീർച്ചയായും ഉന്നയിക്കപ്പെടുമെന്നും അതിന് നേതൃത്വം കൊടുക്കുവാൻ SNDP മടിക്കുകയില്ല എന്നും അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുവാൻ ഈ അവസരം ഉപയോഗിക്കും. NSS അവസരത്തിന് ഉയർന്ന് തങ്ങളുടെ അവകാശം പിടിച്ചെടുക്കുവാൻ തയ്യാറാകണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ഇവിടെ മറ്റനാചാരങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. ഒട്ടനവധി പറഞ്ഞാൽ ഒത്തിരിയുണ്ട്. പുറമ്പോക്ക് കയ്യേറ്റം ഈ വഴികരികു വരെ കയ്യേറിയിരിക്കുന്നു. അതാണ്ടായിക്കൊണ്ട് അവിടെ നിന്ന് നോക്കിക്ക വടക്കോട്ട് ഒരു കോലോളം ഒടിച്ചു വളച്ച് എന്ത് കിട്ടാൻ നഖം കൊണ്ടുണ്ടായാൽ നഖം കൊണ്ടുണ്ടാ വയറ് നിറയോ? വയറ് നിറയണമെങ്കിൽ ചോറ് ഉരുള ഉരുട്ടി കൈ കൊണ്ട് വാരി കഴിക്കണം. ഈ പാവങ്ങളുടെ വഴി പിടിച്ചു പറിച്ചിട്ട് എന്ത് കിട്ടാൻ? അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തിരിച്ചിട്ട് എന്ത് കിട്ടാൻ? അവരുടെ ഭൂമി ചൊളുവിലയ്ക്ക് പിടിച്ച് തട്ടിയെടുക്കാനും അല്ലെങ്കിൽ വേറെ എന്ത് പ്രയോജനം? ഞങ്ങളാരും വെടിക്കെട്ടിനെതിരല്ല. വെടിക്കെട്ട് നടക്കണം, അത് ഭംഗിയായി നടക്കണം. സമൂഹത്തിന് ആനന്ദകരമായ രീതിയിൽ സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ഇപ്പൊ ഗർഭിണികള്, ജനിക്കാനിരിക്കുന്ന ശിശുവിനെ വരെ ഭീതിപ്പെടുത്തുന്നു. ഗർഭിണികള് കിലോമീറ്ററുകൾ അകലേക്ക് പോകേണ്ട അവസ്ഥ. ഇതൊരു നാടിന്റെ ഭൂഷണമാണ്. പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ആത്മപരിശോധന നടത്തേണ്ടതല്ലേ? ഏതാനും പേർക്ക് മദ്യപിക്കാൻ, കൂത്താടാൻ മ്ലേച്ഛമായ രീതിയിൽ ക്ഷേത്ര പരിസരത്തെ ഈ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ലൈസൻസ് ശരിയാണോ? സമൂഹ മനസാക്ഷിക്ക് മുമ്പിൽ ഏതാനും ചോദ്യങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണ്. പ്രസാദം ഏവർക്കും. അടുത്തതായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാൻ SNDP യോഗത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ND പ്രേമേന്ദ്രനോട് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, ഗുരുമണ്ഡപ ഭൂ സംരക്ഷണ സമിതി ചെയർമാൻ ശ്രീമാൻ ശിവജി, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള കണയന്നൂർ SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ശിവാനന്ദൻ, SNDP യോഗത്തിന്റെ ബഹുമാന്യനായ ഡയറക്ടർ ബോർഡ് മെമ്പർ ശ്രീ MD അഭിലാഷ്, ഭൂസംരക്ഷണ സമിതി കൺവീനർ ശ്രീ VP ശ്രീകുമാർ, 2769 നമ്പർ മരട് തെക്ക് ശാഖായോഗം പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ ദാമോദരൻ ചേട്ടൻ, സെക്രട്ടറി സജീവൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മാന്യ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല. ആശയപ്രകാശന യോഗമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ആശയവും അതിൻ്റെ പ്രകാശനവും എനിക്ക് മുമ്പ് പ്രസംഗിച്ച രണ്ട് ബഹുമാന്യ സുഹൃത്തുക്കൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. 2769 നമ്പർ മരട് തെക്ക് ശാഖായോഗത്തിന്റെ വസ്തുതയെ സംബന്ധിച്ചുള്ള വിശദമായ വിവരം, ഉൽപ്പത്തി മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും ആർക്കും ഒരർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ വിശദമായി പരിച്ഛേദം വിശകലനം ചെയ്ത് ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇനി സംസാരിക്കാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ മേൽഘടകത്തിന്റെ പ്രവർത്തകരെന്നുള്ള നിലയിൽ ഈ ശാഖായോഗത്തിന് നേരിടുന്ന ഏത് പ്രശ്നത്തിനും അവരോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള ആ ഒരു ആശയം ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. അത് ഞാൻ നിർവഹിക്കുന്നു. ഈ പ്രശ്നത്തിൽ, ഇതിൻ്റെ ആരംഭം മുതൽ ശാഖായോഗത്തിന്റെ പ്രശ്നത്തിൽ SNDP യോഗവും കണയന്നൂർ SNDP യൂണിയനും ശാഖായോഗത്തോടൊപ്പമുണ്ട്. നിങ്ങൾക്കറിയാം, ഈ മണ്ഡപം സ്ഥാപിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അന്നത്തെ SNDP യോഗത്തിന്റെ മഹാനായ പ്രസിഡന്റ് ശ്രീ MK രാഘവൻ തന്നെ ഇവിടെ നേരിട്ട് വന്നുകൊണ്ട് പ്രശ്നത്തിന് ശാഖായോഗത്തിന് പിന്തുണ നൽകുകയും ആ കാര്യത്തിൽ നമ്മോടൊപ്പം നിന്നുകൊണ്ട് അന്ന് കാര്യം നേടിയെടുക്കുന്നതിന്
ത്യാഗം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ പ്രശ്നത്തിൽ SNDP യോഗത്തിന്റെ മഹാനായ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും അതിനു വേണ്ടുന്ന എല്ലാ സഹായവും SNDP യോഗത്തിന്റെ ഭാഗത്തു നിന്നും യൂണിയന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ നടന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്നുള്ളത് കൊണ്ട് നമുക്കറിയാം ഈ നാട്ടിലെ ഭൂമിയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന്. ആദ്യകാലത്ത് ബ്രഹ്മസ്വവും ദേവസ്വവും അല്ലാതെ പുറമ്പോക്ക് ഭൂമിയാണ് ഉണ്ടായിരുന്നത്. 3 തരത്തിലാണ് ഭൂമി ഉണ്ടായിരുന്നത്. സർക്കാർ ഭൂമിയും മറ്റ് ബ്രഹ്മസ്വവും ദേവസ്വവുമാണ്. ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർക്ക് ദാനം കൊടുത്തിട്ടുള്ള വസ്തുക്കൾ, അതുകൂടാതെ ദേവസ്വം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളോട് അനുബന്ധമായി ഉണ്ടായിട്ടുള്ള വസ്തുക്കൾ. അതായിരുന്നു കേരളത്തിൽ വസ്തുവിന്റെ ഉൽപ്പത്തി. അവിടെ നിന്ന് ദേവസ്വങ്ങളും ബ്രഹ്മസ്വങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഭൂമിയാണ് ഇന്ന് അടിയാളരായിട്ടുള്ള നമ്മുടെ എല്ലാം കൈവശം വന്നു ചേർന്നിട്ടുള്ളത്. ഇവിടെയും ഈ ദേവസ്വത്തിന്റെ ഭൂമി ഇവിടെ ദേവസ്വത്തിന്റെ ഭൂമി രേഖാമൂലം വസ്തുതാപരമായി ഇവിടെ നേരത്തെ വായിച്ചു, സെക്രട്ടറി വിശദമായി സംസാരിച്ചു. ശാഖായോഗത്തിനു വേണ്ടി ഇതിന്റെ മുൻകാല പ്രവർത്തകർ അക്ഷീണ യത്നം നടത്തി അർദ്ധപട്ടിണിക്കാരായിട്ടുള്ള ഇവിടത്തെ പാവപ്പെട്ട കീഴാളരായിട്ടുള്ള നമ്മുടെ മുൻഗാമികൾ വളരെയേറെ സഹിഷ്ണുതയോടും ത്യാഗത്തോടും ഈ വസ്തു വാങ്ങി. അത് വാങ്ങിയതിന് ശേഷം നമുക്ക് ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായി. ഒരു ഭൂമി വാങ്ങിയാൽ ഒരു വ്യക്തിയെ പോലെ തന്നെ ഒരു സംഘടനയ്ക്കും അത് ചെയ്യേണ്ടുന്ന ചുമതലകൾ ആ ഭൂമി സംരക്ഷിക്കുന്നതിനുണ്ട്. ആ കാര്യത്തിൽ ഇവിടെ കാണം തീർത്ത് പോക്കുവരവ് നടത്തി ഇന്ന് ഈ വസ്തു നമ്മുടേത് മാത്രമായി മാറിയിരിക്കുന്നു. സ്വാഗത പ്രാസംഗികൻ അതിൽ 25.25 സെന്റ് സ്ഥലം അന്യായമായി നഷ്ടപ്പെട്ടതിനെ കുറിച്ചും സൂചിപ്പിച്ചു. നമുക്ക് ഇനിയും പലതും അത് സംബന്ധമായി ചെയ്യാനുണ്ട് എന്നുള്ളത് നാം ഓർക്കണം. നമ്മുടെ 25.25 സെന്റ് സ്ഥലം സർക്കാർ ഏറ്റെടുത്തതിൽ സർക്കാർ 13 സെന്റ് മാത്രമേ ആ ഏറ്റെടുത്ത പൊതു ആവശ്യത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളൂ. പൊതു ആവശ്യം റോഡ് വികസനമായിരുന്നു, റോഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിരുന്നു. ബാക്കിയുള്ള സ്ഥലം ഇനിയും നമുക്ക് തിരിച്ചു കിട്ടാനുള്ള മാർഗം ഈ ശാഖായോഗം തുടർന്ന് നടത്തണം. അവിടെ ഈ റോഡിന് മറുവശത്ത് കിടക്കുന്ന സ്ഥലം നമുക്ക് ലഭ്യമാക്കി എടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഇനി നാം ആരംഭിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം വർഷങ്ങൾ കുറെ കഴിഞ്ഞുപോയി എങ്കിലും നമ്മുടെ അവകാശം അത് ആ ഏറ്റെടുത്ത കാര്യത്തിന് വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ അത് തിരിച്ചു വാങ്ങാൻ നമുക്ക് സാധിക്കും. അതിനു വേണ്ടുന്ന പ്രവർത്തനം നമുക്ക് തുടർന്ന് നടത്താം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൂടിയിരിക്കുന്ന SNDP യോഗത്തിന്റെ പ്രവർത്തകരെയും അതുപോലുള്ള ഇതര സമുദായ സംഘടനയുടെ മാന്യരായ വ്യക്തികളോടും പറയുവാനുള്ളത്, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ഈ രാജ്യത്ത് സാമൂഹ്യമായ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള ഭേദചിന്തകൾ ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാവരെയും സമന്മാരായി കണ്ടുകൊണ്ട് സമത്വത്തിനും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കലാപമുണ്ടാക്കുന്നതിനോ വർഗീയത സൃഷ്ടിക്കുന്നതിനോ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയില്ല, ഉണ്ടായിട്ടുമില്ല. ഒരു കാര്യം കൂടി, ഈ നായർ സമുദായവും SNDP യോഗവും ഈഴവ സമുദായവും ഹിന്ദു മണ്ഡലക്കാലം തൊട്ട് മന്നത്തിന്റെയും ശങ്കറിന്റെയും കാലം തൊട്ട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള സംഘടനയാണ്. ഇന്നും അതിന് വ്യതിയാനമുണ്ടായിട്ടില്ല. രണ്ടും സഹോദര സംഘടനകളാണ്. അതോടൊപ്പം തന്നെ മറ്റു പിന്നോക്ക സമുദായങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടി ഒരുമയോടുകൂടെ പ്രവർത്തിക്കണമെന്നുള്ളതാണ് SNDP യോഗത്തിന്റെ ദർശനവും ആദർശവും പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യവും അതാണ്. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. അതിൽ ആരെങ്കിലും വ്യക്തികൾ കുബുദ്ധികൾ എന്തെങ്കിലും ചെയ്ത് അസ്ഥിതകൾ സൃഷ്ടിക്കുവാൻ അനിഷ്ടങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചാൽ അതിനെ ശക്തമായി നേരിടുന്നതിന് ശാഖായോഗത്തോടൊപ്പം ഇവിടത്തെ ഈ സമൂഹത്തിന്റെ ഈ പരിസരത്തുള്ള നല്ലവരായ നാട്ടുകാരോടൊപ്പം SNDP യോഗവും SNDP യൂണിയനും തോളോട് തോൾ ചേർന്നുകൊണ്ട് ഒരുമയോടുകൂടെ ഉണ്ടാകും എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇവിടത്തെ പോലീസിന്റെ പ്രവൃത്തിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അവർ നീതിനിഷ്ഠമായിട്ടേ പ്രവർത്തിക്കൂ, അനീതി പ്രവർത്തിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നീതി നിർവഹണ കോടതികളും ഈ കാര്യത്തിൽ ഇത്തപര്യന്തം ഉചിതമായ നീതിനിഷ്ഠമായ
വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനിയും ആ രീതിയിൽ തന്നെ ഈ കാര്യത്തിലും വിധിന്യായങ്ങൾ ഉണ്ടാകൂ എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങൾ നീതി സംഹിതയിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്, നീതി അനുഷ്ഠിക്കുന്ന ഒരു സംഘടനയാണ്, അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നീതി നിഷേധിക്കുന്ന തരത്തിലുള്ള യാതൊരു പ്രവൃത്തിയും ഉണ്ടാകുകയില്ല എന്നും ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. അതുകൊണ്ട് ഈ യോഗത്തിൽ എനിക്ക് പറയുവാനുള്ളത്, നാം ഒരുമയോടുകൂടെ നിന്നുകൊണ്ട് ഇതിന്റെ സഹിഷ്ണുതയോടുകൂടെ യാതൊരുവിധ കലാപം ഉണ്ടാക്കാൻ ആരെങ്കിലും വന്നാൽ അതിനെ ആത്മസംയമനത്തോടുകൂടെ നേരിട്ടുകൊണ്ട് ഈ ഭൂമി സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. അതിൽ യാതൊരു ആർക്കും ഒരു വിശ്വാസക്കുറവും ഉണ്ടാകേണ്ടതില്ല. അതിനുവേണ്ടി ഏതറ്റം വരെ പോകുന്നതിനും നിങ്ങളോടൊപ്പം SNDP യോഗം ഉണ്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമ്മുടെ കണയന്നൂർ യൂണിയന്റെ സാരഥി ചെയർമാൻ മഹാരാജ ശിവാനന്ദൻ അവരുടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സമർപ്പിക്കുന്ന ആശയപ്രകാശന യോഗം ഇന്നിവിടെ കേന്ദ്രീകരിക്കുന്നത് നമ്മൾ നിൽക്കുന്ന ഈ ഭൂമിയെപ്പറ്റി വിസ്തരിക്കാൻ മാത്രമാണ്. ഏതാണ്ട് ഇവിടെ പറഞ്ഞു കേട്ടത് കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴും ഏതാണ്ട് 1946 വാങ്ങിയ ഭൂമിയാണ് 39 സെന്റ് സ്ഥലം എന്നാണ് നമുക്കെല്ലാം മനസ്സിലാകുന്നത്. അതിൽ നിന്ന് ഗവൺമെന്റ് ഏറ്റെടുത്തതിനു ശേഷം 13.25 സെന്റ് നമുക്കിവിടെയുണ്ട്. അതിവിടെ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോയിരുന്നതാണ്. കാരണം ഗുരുദേവ ക്ഷേത്ര മണ്ഡപം ഇവിടെ പണിഞ്ഞു, അന്നെല്ലാം ഒരു പ്രശ്നവുമില്ലാതെ ഇത് മുന്നോട്ട് പോയതാണ്. ഇപ്പോ ഈ ഭൂമി SNDPയുടെ അല്ല എന്ന് ഒരു തർക്കം വന്നിരിക്കുകയാണ്. കാരണം അതിനുള്ള പ്രമാണങ്ങളും അതിനുള്ള രേഖകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ വെറുതെ ഒരു തർക്കത്തിന് പോവുക, അത് എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുകയാണെങ്കിൽ എന്താണ് രാഷ്ട്രീയ കളിയാണോ എന്നെനിക്ക് സംശയമുണ്ട്. അത് ഈ സഹോദര സമുദായം അതിന് മുന്നോട്ട് പോകരുത്. രണ്ട് സമുദായവും സഹോദര സമുദായമാണ്. പരസ്പരം എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം. ഈ പറഞ്ഞു തീർക്കാൻ വയ്യാത്തത് ഇന്ന് ഒന്നും തന്നെയില്ല. ഇതിന്റെ നേതാക്കന്മാരുണ്ട്, യൂണിയൻ നേതാക്കന്മാരുണ്ട്, യോഗം നേതാക്കന്മാരുണ്ട്, ഇതിന്റെ എല്ലാ നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ ശാഖയിൽ പറഞ്ഞാൽ തീരാത്തത് യൂണിയനുമായിട്ട് സംസാരിക്കാം. ഇല്ലയോ അവിടെ തീർന്നില്ലെങ്കിൽ യോഗമായിട്ട് സംസാരിച്ച് അത് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ ഇതേമാതിരി ഒരു മോശമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് നമ്മുടെ സഹോദര സമുദായത്തിന് അത് പറ്റിയതല്ല. അതുകൊണ്ട് അത് വേണ്ട. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇവിടെ ഒന്ന് ചേർന്ന് അത് ഇതിനെല്ലാം രേഖകളാണ് നമുക്കുണ്ട്. ഈ 39 സെന്റിൽ ബാലൻസ് ഉള്ളത് ഈ 13.25 സെന്റ് നമുക്കുണ്ട്. ഇതിന് പാർക്ക് ചെയ്യുന്നു. ഈ അമ്പലത്തിൽ പോകുന്നതിന് വഴി അതിലെയുണ്ട്. അതിന് ബുദ്ധിമുട്ടുകളില്ല, അതിന് തടസ്സവുമില്ല. പിന്നെ എന്താണ് ഇവിടെ തടസ്സം? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇതിലെന്തോ ഒരു മർക്കട ബുദ്ധി ഇതിലെന്തോ ഉണ്ട്. അത് വേണ്ട. നമുക്ക് അതല്ല വേണ്ടിയത്. നമ്മള് എല്ലാവരും ഒരേ മനസ്സോടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകണം. അതാണ് വേണ്ടത്. ഇവിടെ വലിയ പ്രശ്നത്തിന്റെ കാര്യമില്ല. ഇവിടെ സഹോദര പ്രശ്നവും അധ്യക്ഷ പ്രശ്നവും അവർ വ്യക്തമായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ രണ്ട് വാക്ക് പറയുന്നത്, യൂണിയൻ നേതാക്കൾ അസിസ്റ്റന്റ് സെക്രട്ടറി MP പ്രേമേന്ദ്രൻ, യൂണിയൻ ചെയർമാൻ മഹാരാജ ശിവാനന്ദൻ ഇതിന് പങ്കുകൊണ്ടിരിക്കുന്നത് ഈ ശാഖയ്ക്ക് ഈ നമ്മുടെ സ്ഥലത്തിന് എന്തെങ്കിലും അപാകത വന്നാൽ അതിന് ഞങ്ങൾ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ യോഗമുണ്ട്. യൂണിയൻ ഇല്ലെങ്കിൽ യോഗമുണ്ട്.
നമ്മുടെ പ്രേമചന്ദ്രൻ ബക്കൽ പറഞ്ഞതുപോലെ യോഗവും യൂണിയനും ഈ ശാഖയ്ക്ക് വേണ്ടി കൂടെ നിൽക്കും. എന്തിനു വേണ്ടി? കാരണം നമ്മള് വേറെ ഒന്നിനും വേണ്ടിയല്ല, നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം. നമുക്ക് വേറെ ഒരു തർക്കവുമില്ല. അവരുടെ ഭൂമി നമ്മൾ ആവശ്യപ്പെടുന്നില്ല, അത് നമുക്ക് വേണ്ട. നമുക്കുള്ളത് ഈ 13.25 സെന്റ് സ്ഥലം, ഇത് നമ്മളതാണ്. അത് നമുക്കുള്ള അവകാശപ്പെട്ടതാണ്, അത് നമുക്ക് വേണം. നിങ്ങളെ വഴി നിങ്ങൾ ഉപയോഗിക്കാം, അതിനിവിടെ നമുക്ക് തടസ്സമില്ല, വേറെ ഒന്നിനും തടസ്സമില്ല. അതിവിടെ പറഞ്ഞു വന്നപ്പോ ഇവിടെ വെടിക്കെട്ട് നടത്തുന്നത് ഇവിടുത്തെ, അതായത് ദേശീയ തലത്തിൽ ഈ വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ ജാതി മതമില്ലാതെ എല്ലാവരും അതിന് സഹകരിക്കുന്നതാണ്. അത് ഒരു സമുദായത്തിന് മാത്രമല്ല, എല്ലാ സമുദായവും ഒറ്റക്കെട്ടായിട്ട് അത് സഹകരിക്കുന്നതാണ്. അതിന് ആരും തടസ്സം നിൽക്കില്ല, ഒരു സമുദായവും തടസ്സം നിൽക്കില്ല. അത് പറയാനും പാടില്ല, അങ്ങനെ ഒരു തടസ്സവും വരില്ല. ഇവിടെ ഇനി ഞാൻ കൂടുതൽ അങ്ങോട്ട് പ്രസംഗിക്കുന്നില്ല, കാരണം സമയം ഒരുപാടായി, 6:30 മണി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ പ്രസംഗിക്കാനുള്ള ആവശ്യം ഉണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായാലും നമ്മള് ഇത് വളരെ സന്തോഷമുണ്ട് എനിക്കിവിടെ. കാരണം ഇങ്ങനെയൊരു പ്രശ്നം വന്നപ്പോ ഈ ഏതാണ്ട് 500 കുടുംബങ്ങൾ നമുക്ക് ഈ ശാഖയിലുണ്ട്. ഏതാണ്ട് എല്ലാ കുടുംബങ്ങളും സഹോദരിമാരും സഹോദരന്മാരും എല്ലാം വന്ന് ഇതേമാതിരി നമ്മുടെ ശക്തി, ഇതാണ് നമ്മുടെ ശക്തി. നമുക്ക് ആളുകൾക്ക് ആർക്കെങ്കിലും ആരെങ്കിലും ഒരു മണ്ണ് നുള്ളിയിട്ടാൽ നമ്മൾ ഒന്നുകൂടണം, അതാണ് നമ്മുടെ ശക്തി. അതിവിടെ നിങ്ങൾ കാണിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ശക്തി. നമുക്ക് ആപത്ത് വന്നാൽ നമ്മൾ എല്ലാവരും ഒന്ന് ചേരണം. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ഇത് ഇവിടെ 6 ശാഖയുണ്ട്. അതെല്ലാം നിൽക്കുന്നത് ശാഖ ഭാരവാഹികളിവിടെ നിൽക്കുകയാണ്. മറ്റ് ശാഖകളുള്ളവർ നമ്മൾ ഒന്നും രണ്ടുമല്ല. കണയിലെ യൂണിയൻ എന്ന് പറയുന്നത് ചെറുതല്ല, 77 ശാഖയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. 28,000 കുടുംബം നമ്മളുണ്ട്. ഇതൊക്കെ നമ്മൾ മറന്നു കിടന്ന് ആർക്കും അറിയില്ല. നമ്മൾ കൈ നോടിച്ചാൽ ഇവിടെ ആയിരക്കണക്ക സഹോദരിമാരും സഹോദരന്മാരുടെ എത്തും. അത് വേണ്ട, നമുക്കതിന്റെ ആവശ്യമില്ല. എല്ലാ സമാധാനം ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്, ഗുരുദേവന്റെ സന്നിധിയിൽ നിന്നാണ് പറയുന്നത്. ഗുരുദേവൻ നമുക്ക് സമാധാനം ശാന്തിയാണ് പറഞ്ഞിരിക്കുന്നത്, വിപ്ലവമല്ല. നമ്മൾ വിപ്ലവത്തിന് മുന്നോട്ട് പോകുന്നില്ല. നമ്മൾ സമാധാനമായിട്ട് പോകണം, നമ്മൾ സഹോദരങ്ങളായിട്ട് പോകണം, സമുദായം സഹോദരങ്ങളായിട്ട് തന്നെ ഒരു തോളോട് ഒരുമി ഒന്നിച്ചു പോകണം. അതിനെന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന സഹോദരന്മാരോട് കാണാൻ ഒരു മീറ്റിങ്ങിന് വന്നാൽ എല്ലാം സഹോദരിമാരെല്ലാം എണീറ്റ് ഓടുന്നതാണ്. പക്ഷേ ശാന്തമായിട്ട് ഇരുന്നത് വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ ഗുരുദേവ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഫുട്ബോൾ മേള ആരംഭിക്കാറായിരുന്നു തോന്നുന്നു അല്ലേ? നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് പ്രാസംഗിക വേറെ ഇല്ലാഞ്ഞിട്ടല്ല, യോഗത്തിന് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി SNDP യോഗത്തിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായ ശ്രീ MD അഭിലാഷിനെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനായ യോഗത്തിന്റെ അധ്യക്ഷൻ, ഗുരുമണ്ഡപ ഭൂസംരക്ഷണ സമിതിയുടെ ചെയർമാൻ ശ്രീ IG ശിവജി അവർ, ബഹുമാനായ സംരക്ഷണ സമിതിയുടെ കൺവീനർ ശ്രീ VP ശ്രീകുമാർ അവർ, ഈ ആശയ പ്രകാശന യോഗം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച SNDP യോഗത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ND പ്രേമചന്ദ്രൻ അവർ, ഏറെ ബഹുമാനായ കണയന്നൂർ SNDP യൂണിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മഹാരാജ ശിവാനന്ദൻ അവർ, പ്രിയപ്പെട്ട ശാഖായോഗത്തിന്റെ സെക്രട്ടറി ശ്രീ TK ദാമോദരൻ അവർ, പ്രിയപ്പെട്ട ശാഖാ സെക്രട്ടറി ശ്രീ സജീവ്, ഈ യോഗത്തിൽ സംബന്ധിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള SNDP ശാഖായോഗത്തിന്റെ നേതാക്കന്മാരെ, വനിതാ സംഘത്തിന്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും നേതാക്കന്മാരെ, ഈ മരട് മുനിസിപ്പാലിറ്റി അതിർത്തിയിലുള്ള വിവിധ
ശാഖകളുടെ നേതാക്കന്മാരെ, ശ്രീനാരായണീയര്, ഇന്ന് നാം ഇവിടെ സംഘടിപ്പിച്ച ആശയ പ്രകാശന യോഗത്തിന്റെ വിശേഷണത്തെക്കുറിച്ച് സ്വാഗത പ്രാസംഗ്യൻ ഉൾപ്പെടെ മുഖ്യപ്രഭാഷണം നടത്തിയ യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സമയം വളരെയേറെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇങ്ങനെയൊരു യോഗം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ സ്വാഗത പ്രാസംഗ്യനും അധ്യക്ഷനും നാം ഇന്നുവരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തെ സംബന്ധിച്ച് നാം നേരിടേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികളെക്കുറിച്ചും നാം ഓരോ ഓഫീസുകളിൽ കയറിയിറങ്ങുമ്പോൾ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുവാൻ കഴിവും പ്രാപ്തിയുമുള്ളവർ തന്നെയാണ് ഈ സംരക്ഷണ സമിതിയുടെ നേതൃത്വ നിരയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പൂർവികർ നമുക്ക് സമ്പാദിച്ചു തന്നിട്ടുള്ള ഈ ഭൂമി, ന്യായമായ ഈ ഭൂമിയുടെ അവകാശത്തെ സംബന്ധിച്ച് മാത്രമാണ് നാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ആളുകളുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തുരങ്കം വെക്കുന്ന രീതിയിൽ, അതിനെ നിഷേധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി വരുന്ന ഏത് ചിത്രശക്തികളാണെങ്കിലും അതിനെതിരെ ഇവിടെ ഉദ്ഘാടന പ്രാസംഗ്യൻ സൂചിപ്പിച്ചതുപോലെ ഈ ശാഖായോഗത്തിന്റെ കൂടെ SNDP യോഗവും കണയന്നൂർ SNDP യൂണിയനും അടിയുറച്ച് ഉണ്ടാവും എന്നുള്ള വാഗ്ദാനം ഇന്ന് നമുക്കിവിടെ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അവകാശമായ കാര്യങ്ങളിലേക്ക് വേണ്ടി മാത്രമാണ് നാം ഇതുപോലെയുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. ആ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇന്ന് സംഘടിച്ച ഓരോ അംഗങ്ങളെയും, അതുപോലെ തന്നെ അധ്യക്ഷ വേദിയിൽ നിൽക്കുന്ന ഉദ്ഘാടകൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തരെയും പേരെടുത്ത് പറയാതെ എന്റെ ശാഖായോഗത്തിന്റെ ഭാരവാഹികളെയും പ്രവർത്തകരെയും ഇവിടെ ഉദ്ഘാടകനും അതുപോലെ തന്നെ യൂണിയന്റെ നേതാക്കന്മാരും എത്തി അധ്യക്ഷ വേദിയിലിരിക്കുന്ന ഓരോ ആളുകളെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. യോഗ നടപടികൾ അവസാനിക്കുകയാണ്. ഈ ആധാരം കൂടാതെ സുപ്രധാനമായ ചില രേഖകളുണ്ട്. അത് SNDP ഓഫീസിൽ വന്ന പേരും മേൽവിലാസവും തന്ന് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് ചെലവ് അവിടെ അടക്കുകയാണെങ്കിൽ തപാൽ വഴി ആർക്ക് വേണമെങ്കിലും എത്തിച്ചു തരാം എന്നൊരു അറിയിപ്പായിട്ട് സ്വീകരിക്കുക.